ഒരു പാട്ടിന് പേര് എഴുതിയിട്ടുണ്ട്. പേര് ദിവാന. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തിനരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. മഞ്ഞും മഴയും പൊള്ളുന്നവയും എല്ലാം നാഥന്റെ സമ്മാനമാം. മഞ്ഞും മഴയും പൊള്ളുന്നവയും എല്ലാം നാഥന്റെ സമ്മാനമാം. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതന്നൊരുക്കുന്നതാ. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതന്നൊരുക്കുന്നതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോട് കൂടെ നടക്കുന്നവൻ, കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോട് കൂടെ നടക്കുന്നവൻ, എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ, എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തിനരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. സാക്ഷ്യത്തെ മിക്സ് ചെയ്യാൻ ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിക്കും, അവന്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിക്കും. വിശുദ്ധ ദൈവസഭയിൽ സാക്ഷ്യങ്ങൾക്ക് പറയുന്നു, സാക്ഷ്യം പറയുന്നത്
പെട്ടെന്നൊരു 2 ആഴ്ച മുമ്പ് പെട്ടെന്ന് ചെവിയുടെ സൈഡിൽ മുഴ പോലെ ആദ്യം മനസ്സിലാണ് മുഴ പോലെ വരികയും അത് ഇനി നല്ല പനി വരികയും ചെയ്തു. പിന്നെ അപ്പോൾ തന്നെ ഞങ്ങൾ അന്ന് സാറിനെ വിളിച്ച് പറഞ്ഞു. രാത്രി ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ മുന്നിലോട്ട് കാണിച്ചു. എന്നിട്ട് ഡോക്ടർ ഡൗട്ട് പറഞ്ഞു ഒന്നുകിൽ മുട്ടിനീരായിരിക്കാം അല്ലെങ്കിൽ തലനീര് ഇറങ്ങിയതായിരിക്കാം. ആ സമയത്ത് അവനങ്ങനെ വേദനയൊന്നുമില്ലായിരുന്നു. അതിന് ആൻറ്റിബയോട്ടിക് 4 ദിവസമേ കൊടുത്തു. 5 ദിവസം കൊടുക്കണം. 1 ദിവസം വിട്ടുപോയി. അന്ന് വൈകിട്ടൊക്കെ ഞങ്ങൾ ഉടനെ ഡോക്ടറോട് കാണിച്ചു. ഡോക്ടർ വേറെ മരുന്ന് കൊടുക്കാൻ ഇനി ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടത് കൊടുത്താൽ മതി. പക്ഷെ അത് കൊടുത്ത് അടുത്ത ദിവസമൊക്കെ വീണ്ടും പനി വരികയും വീണ്ടും നീര് പോയെടുത്ത് എൻ്റെ വീണ്ടും നീര് മുഴ പോലെ നീര് വരികയും ചെയ്തു. അപ്പോഴും നിങ്ങൾ ഇടയ്ക്കിടെ സാറിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. സാർ അവരോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ കുറഞ്ഞിരുന്നാണ്. അടുത്ത് വീണ്ടും പോയപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ആയപ്പോൾ അത് വീണ്ടും നല്ല പനി കൂടി. നല്ല പനിയായി പോയി. നമ്മൾ രാത്രിയൊക്കെ രാത്രി വല്ലാതെ പനിക്കുന്നു. നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുന്നു. സാറിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ട് ഡോക്ടറാണെങ്കിൽ മാറാത്തതുകൊണ്ട് അത് അങ്ങായപ്പോൾ തിങ്കളാഴ്ച ഈ സൈഡ് നല്ല വീർക്കുകയും വലത് സൈഡ് കുറച്ചുകൂടെ ഇട സൈഡ് വീണ്ടും വലത് സൈഡ് കൂടെ വരികയും ചെയ്തു. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് തന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം വീട്ടിൽ വന്ന് സാറിനെ വിളിച്ച് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സാർ പ്രാർത്ഥിക്കുന്നു. സാർ പ്രാർത്ഥിച്ചു. അതിന് ചേട്ടൻ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് വന്നു. അതിന് കൗണ്ട് കൂടുതലാണ്. WBC കൗണ്ട് കൂടുതലാണ്. ഇൻഫെക്ഷൻ ഉണ്ട്. ഞങ്ങൾക്കൊരു പേര് ദോഷമാകുമ്പോഴാണ് അന്ന് ഇനി അഡ്മിറ്റ് ആക്കിയിട്ട് ചെയ്യും എന്നൊരു പ്രയാസ്. ഞങ്ങൾ സാറിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. സാറ് ഡോക്ടറെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. കാണിച്ചത് ഡോക്ടർ റൂമിലാണ് കൊണ്ട് കാണിച്ചത്. അന്ന് രാത്രിയിൽ ഡോക്ടർ അഡ്മിറ്റ് ചോദിച്ചു അഡ്മിറ്റ് ആക്കണോ വേണ്ടയോ. ഡോക്ടറിൻ്റെ നിങ്ങൾക്ക് താല്പര്യമില്ല. നമ്മൾ 2 പ്രാവശ്യം അഡ്മിറ്റാക്കി ഓർമ്മയൊക്കെയുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡോക്ടർ ഒരു പ്രാവശ്യം വീട്ടിൽ മരുന്ന് തന്നിരിച്ചു. മരുന്ന് തന്നിട്ടു. അതുപോലെ നീര് മാറാനെയും കൗണ്ട് കുറേൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പം പനിയൊക്കെ മാറി. പക്ഷേ ഇനി ചെറുതായിട്ട് മനസ്സിൽ നീര് അവിടെയാണ് നല്ല വലുതായിട്ട് വന്നത്. അപ്പം അവിടെ ചെറുതായിട്ട് ചെറിയ മുഴക്ക് പോയുണ്ട്. അതൊക്കെ മാറും നിങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. അതുപോലെ എനിക്ക് ഇവിടെ സാക്ഷി പറയാൻ തീർച്ചയായിട്ടും ഞാൻ സാക്ഷി പറയാൻ സാറ് പറഞ്ഞു. അവർ സൗഖ്യം ദൈവം തരുന്നു സാക്ഷി പറയാൻ. അങ്ങനെ ഞാനെന്ന് സാർ പറയുകയും ചെയ്തു. അപ്പം എനിക്ക് തൊണ്ട ടോൺസിലൈറ്റിസിനോട് തൊണ്ട വേദന ഭയങ്കര പാടാണ്. ഉണ്ണി ഇറക്കാനൊന്നും പറ്റാതെ വളരെ ഭാരപ്പെട്ടു. സാറിനോട് പറഞ്ഞു. ഇന്ന് രാവിലെ സാറിനോട് പറഞ്ഞു. സാറ് പറഞ്ഞു അത് വിശാലിന് ഇതാണ് തടസ്സം കൊണ്ടുവരികയാണ്. സാറ് പറഞ്ഞത് ശരിയാണ്. ചേട്ടൻ സാലറി കിട്ടുന്ന സമയത്ത് ഇങ്ങനെ അത് ആശുപത്രി തന്നെ കൊടുക്കാനാണ് ചില കൂടുതൽ പൈസ എനിക്ക് കുടുംബത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലും വഴിയായിക്കൂടെ അതുതന്നെയാണ്. പക്ഷെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു പോയി. എനിക്ക് ആ തൊണ്ടുവേദന ഒരു നീര് പോലെ ഇവിടെ കുറേ സമയത്ത് എനിക്ക് ഉണ്ണീരിറക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അതെല്ലാം ദൈവം മാറ്റത്തോളം ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ കഴിഞ്ഞ വർഷം പല രോഗങ്ങളും പ്രയാസങ്ങൾക്കുണ്ടായിരുന്നു. ദിവസം ഇവിടെ വന്ന് സാറിനെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു. സാറിൽ നിന്ന് ദിവസം പ്രാർത്ഥന സാറിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പുതുവർഷം അനേകങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. വഴി കൃപയ്ക്ക് നന്ദി പറഞ്ഞു. സാക്ഷിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായിട്ടുള്ളത് ഇനി ഈ പ്രാർത്ഥനയായിട്ട് നിങ്ങളുടെ ദൈവത്തിന്റെ സാക്ഷ്യം നിൽക്കാൻ ദൈവനെ ഒരുക്കി എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു കൺവെൻഷന്റെ ഭാഗമാക്കുവാൻ ദൈവം കൃപ തന്നു. അതിന് സാഹചര്യം ബഹുമാന്യനായ സാറിനോട് നന്ദി അറിയിക്കുന്നു. ജീവിതത്തിൽ പല പല പ്രയാസങ്ങൾ കഴിഞ്ഞ വർഷം നേരിട്ടു. അതിനെല്ലാം ദൈവം ഇത്രത്തോളം അടിയനെയും കുടുംബത്തെ വഴിനടത്തിക്കൊണ്ടിരിക്കുന്നു. അത് സംരക്ഷണം ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയ സന്ദേശം പറയാൻ ആഗ്രഹിക്കുന്നു. അതിലോട്ട് കടക്കുകയാണ്. യോഹന്നാനിയുടെ സുവിശേഷം 20-ാം അധ്യായം 29-ാം വാക്യം. യോഹന്നാനിയുടെ സുവിശേഷം 20-ാം അധ്യായം 29-ാമത്തെ വാക്യം. യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹസമ്പൂർണനായ അപ്പ പിതാവേ, ഇന്ന് ഈ തിരുസന്നിധിയിൽ അങ്ങയുടെ മുമ്പിൽ അടയും കാര്യപ്പാൻ അങ്ങോട്ട് കൃപയ്ക്കാൻ നന്ദി പറയുന്നു. അപ്പ പല ഭവനങ്ങളിലും പല സ്ഥലങ്ങളിലുമായി നടയില്ലേ അപ്പ ഈ സൂക്ഷിച്ച് ബോധപ്പെടുത്തുന്നതിനായി നമ്മൾ കൂട്ടിച്ചേർത്തുള്ളവർക്ക് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ഇവിടെ ആയിരിക്കുന്ന
അങ്ങനെ ഓരോ മക്കളെയും അനുഗ്രഹിക്കുന്നവർ അടിയങ്ങൾ കുറവുള്ളവരാണ് കർത്താവെ. അടിയങ്ങളെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണമേ. ദൈവമേ, വചനം പറയുന്ന അടിയുടെ നാവിനോട് കൊണ്ടായിരിക്കണമേ. അങ്ങ് തന്നെ അടിയനോട് അങ്ങയുടെ മക്കളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. നമ്മുടെ കേൾവികളായിരിക്കും നമ്മുടെ മക്കളോട് കർത്താവെ. വചനം എന്ന ആ വിത്ത് നമ്മുടെ ജനങ്ങളുടെ ഹൃദയത്തിൽ നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ആഴമായി പതിച്ചപ്പ നല്ല നിലത്തിൽ വിത്ത് പോലെ 30, 60, 100 മേഖല ഫലം കായ്ക്കാൻ കൃപ നൽകി അനുഗ്രഹിക്കുന്ന പ്രാർത്ഥന അപ്പ തെറ്റുകുറ്റം ക്ഷമിക്കണമേ. പ്രാർത്ഥന സ്തോത്രീഷ്ണമേ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. ഇവിടെ വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരു സന്ദർഭമാണ്. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ക്രൂശിലെ മരണത്തിച്ച് ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം ശിഷ്യന്മാർക്ക് ആദ്യം പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷനായ സമയത്ത് ശിഷ്യന്മാർക്ക് കുറെ അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകുകയാണ്. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ട് പോവുകയാണ്. പക്ഷെ അവരുടെ മധ്യത്തില് ദിദിമോസ് എന്നറിയപ്പെടുന്ന തോമസ്, അവിടെ ശിഷ്യനായ തോമസ് അവിടെ ഇല്ലായിരുന്നു. അപ്പൊ തോമസ് വന്നപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കണ്ടു, യേശു ഞങ്ങളുടെ അടുത്ത് വന്നു എന്ന് പറഞ്ഞപ്പോൾ തോമസ് അതിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് പറയാണ്, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണിക്കുകയും ആ ആണിപ്പഴുതിൽ വിരലെടുക്കുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടില്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവനോട് പറഞ്ഞു. എന്നിട്ട് കുറച്ച് ദിവസം 8 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും യേശു പ്രത്യക്ഷനായപ്പോൾ തോമസ് അവിടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ യേശു പറയുകയാണ്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ തന്നെ തോമസ് വലിയൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20:28 തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവും ആയുള്ളവരെ എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യമാണ് അവിടെ ശുശ്രൂഷയ്ക്ക് എടുത്തത്. നീനെ കണ്ടതുകൊണ്ട്, യേശു പറയുന്നതാണ്, നീനെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നു. എന്തുകൊണ്ടായിരിക്കാം തോമസ് ഇങ്ങനെ പറഞ്ഞത്? അപ്പൊ തോമസിന് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ തോമസിന്റെ വിശ്വാസം കൂടിയതിനാണോ, ആ വിശ്വാസത്തിലൂടെ അവിശ്വാസം കൂടി കടന്നു കൂടിയതാണോ? നമുക്കറിയാം, വിശ്വാസത്തെ കുറിച്ച് നമ്മൾ ബൈബിൾ പഠിച്ചിട്ടില്ല. എബ്രായർ 11:1 വാക്യം വിശ്വാസത്തെ ഇങ്ങനെ പറയുന്നു, വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അപ്പൊ നമുക്ക് ദൈവം ഒരു കാര്യം ഉണ്ടായിരുമെന്ന് ഉറപ്പുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് നിരന്തരമായി പ്രാർത്ഥിക്കുന്നു, നമുക്ക് ലഭിക്കുമെന്ന് നമുക്കറിയാം. അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. എങ്ങനെയാണ് വിശ്വാസം രൂപപ്പെടുന്നത്? റോമർ 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ ആകെ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം രൂപപ്പെടുന്നത് കേൾവിയിലാണ്. കേൾവി ഉണ്ടാകുന്നത് ദൈവവചനം ശ്രവിക്കുമ്പോഴാണ്. ക്രിസ്തുവിന്റെ വചനം ആരാണോ സ്വായത്തമാക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ ഉള്ളത്, അവരിൽ നിന്നാണ് ദൈവവിശ്വാസമുണ്ട്. എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ എന്നിൽ എന്നാണ് ക്രിസ്തു കൊണ്ട് എന്നിൽ ദൈവത്തിന്റെ വചനമുണ്ടാണ് അർത്ഥം. നമുക്ക് ഇങ്ങനെ പറയാം, നമ്മൾ ക്രിസ്തുവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് അടുത്ത് ചെയ്യുകയും ദൈവവിശ്വാസം നമ്മൾ രൂപപ്പെടുകയും ചെയ്തു. തോമസ് ഏകദേശം 3.5 വർഷത്തോളം യേശുവിനോടൊപ്പം ജീവിച്ച വ്യക്തിയാണ്. യേശുവിനോടൊപ്പം എല്ലാ ശുശ്രൂഷയിലും യാത്രകളിലെല്ലാം കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പക്ഷെ തോമസിനാണ് അവരുടെ വിശ്വാസം അവിടെ കുറവുണ്ടായിരുന്നു. കാരണം ദൈവത്തിന്റെ വചനത്തെ ഉൾക്കൊള്ളാനുള്ള മനസ്സ്, ചിലപ്പം ഒരു വചനം ഉൾക്കൊള്ളാനുള്ള കഴിവ് ഉണ്ടായിരുന്നില്ല. അങ്ങോട്ട് സംശയം വ്യക്തമാണ്. യോഹന്നാൻ 1:1 ഇങ്ങനെ പറയുന്നു, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ദൈവം വചനമായിരുന്നു. അതെ, ദൈവം തന്നെയാണ് വചനം. ആ വചനമാണ് നമ്മോട് കൂടെ ഉണ്ടായിരുന്നത്. ക്രിസ്തുവിനോടുള്ള ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവവചനം തന്നെയാണ്. ദൈവവചനം ഉൾക്കൊള്ളുന്ന അർത്ഥം ദൈവത്തെ നമ്മൾ സ്വീകരിച്ചു എന്നത് തന്നെയാണ്. ദൈവം എന്ന എല്ലായിടത്തും സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്. ദൈവം സർവത്തിലും ഇന്നതാണ്. വേദപുസ്തകത്തിൽ സത്യവേദ പുസ്തകത്തിലെ ഓരോ വചനത്തെ നമ്മൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ നമ്മൾ അത് സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തെ സ്വീകരിച്ചു എന്നത് തന്നെയാണ്. ബൈബിൾ തന്നെ വിശ്വാസത്തിന് ഒരു ഉത്തമ ഉദാഹരണമായ ഒരു വ്യക്തി എന്ന് പരിചയപ്പെടാം. അബ്രഹാം, വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാം പിതാവ്. ഉൽപ്പത്തി 12:1-6 വാക്യങ്ങളിൽ യഹോവ അബ്രഹാമിന് അരുളി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും ഭവനത്തെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാതിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അബ്രഹാമിന് അറിയില്ലായിരുന്നു ഏത് ദേശമെന്ന്, ഞാൻ ഏത് സ്ഥലത്താണ് പോകുന്നത്. പക്ഷെ അവിടെ ദൈവം ഒരു അനുഗ്രഹം വച്ചിട്ടുണ്ടെന്ന് അബ്രഹാമിന് ഉറപ്പുണ്ടായിരുന്നു. ആ ദൈവശബ്ദത്തെ അബ്രഹാം വിശ്വസിച്ചു. ആ ശബ്ദത്തെ അനുഗമിച്ചുകൊണ്ടാണ്
ഈ അബ്രഹാം പോയത്. അത് അബ്രഹാമിന് മാത്രമല്ല, അബ്രഹാമിന്റെ കുടുംബത്തിലെ മക്കൾക്കും തലമുറകൾക്കും അതൊരു അനുഗ്രഹമായി മാറുക തന്നെ ചെയ്തു. അബ്രഹാം ദൈവത്തിന്റെ ശബ്ദത്തെ സംശയിച്ചില്ല. കാരണം അബ്രഹാം ദൈവത്തോട് ചേർന്ന് ജീവിച്ച വ്യക്തിയാണ്, ദൈവവചനം അനുസരിച്ച വ്യക്തി തന്നെയായിരുന്നു. അബ്രഹാം ജീവിച്ചിരുന്ന കാലത്ത് ദൈവത്തെ കാണുവാനൊന്നുമില്ലായിരുന്നു. നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലത്ത് അതുപോലത്തെ നമ്മൾ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ച് ദൈവമുണ്ടെന്ന ജീവിതത്തിൽ പല പ്രവർത്തനങ്ങളിലും കൂടെ അറിയുന്നവരാണ്. വിശ്വാസമുള്ളവർ ദൈവം ആരെന്ന് മനസ്സിലാക്കിയ വ്യക്തിയായിരിക്കും. അവരെ ദൈവം ഒരിക്കലും പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഉണ്ടായാലും നമ്മോട് ചേർത്ത് നിർത്താൻ ഒരു പിതാവ് ഒരു അപ്പൻ നമുക്കുണ്ടെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കും. അങ്ങനെ ഒരു വിശ്വാസമുള്ളവർ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരായിരിക്കും. ദൈവത്തെ മനസ്സിലാക്കിയ വ്യക്തി ദൈവത്തെ അടിസ്ഥാനമാക്കി ജീവിക്കും. അങ്ങനെയുള്ള വ്യക്തി വചനം അനുസരിച്ച് വചനം തങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിച്ച് അങ്ങനെ ജീവിക്കാൻ പരിശ്രമിക്കും. നാം വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കും. വിശ്വാസ ദൈവത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ്. അതുപോലെ തന്നെ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യം. അതിന്റെ ബാക്കി രണ്ടാം ഭാഗമാണ്. ഇവിടെ ക്രിസ്തുവിന് ശേഷം വരുന്ന ഒരു തലമുറ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ നേരിട്ട് കാണാത്ത ഒരു തലമുറയെ കുറിച്ച് വരുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അവരെന്ന് പറയുന്നത് നാം തന്നെയാണ്. നമ്മളിപ്പോൾ ദൈവത്തെ കാണാതെ വിശ്വസിക്കുന്ന ഒരു സമൂഹം തന്നെയാണ്. നമ്മൾ വിശ്വസിക്കുന്ന യേശു നമ്മളിലുണ്ട്, നമ്മളോട് കൂടെയുണ്ട്. നമ്മുടെ യാത്രകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ ഏത് സ്ഥലത്ത് ഏത് സ്ഥാനങ്ങളിലായിരുന്നാലും യേശു നമ്മളെ വഴി നടത്തും. എന്റെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ നേരിട്ടപ്പോഴെല്ലാം ദൈവത്തിന്റെ വചനമാണ് എന്നെ ശക്തീകരിച്ചത്. പ്രാർത്ഥനയാലെ ഇതിലൂടെയാണ് ഇവിടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയാണ് എന്നെ ശക്തീകരിച്ചത്. അത് ദൈവവിശ്വാസത്തിൽ വേരുന്ന പ്രയാസത്തിൽ പ്രതിസന്ധി തളർന്നു പോകാതെ ദൈവവചനത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോട് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എനിക്കൊരു സാക്ഷ്യമുണ്ട്. ഞാൻ കുഞ്ഞുകാലം മുതലേ നല്ല പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് മലയാളം മീഡിയം പഠിച്ചുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിന് ശേഷം ഇംഗ്ലീഷിന് +2 ആയപ്പോഴേക്കും എനിക്ക് പഠനം കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ള അവസ്ഥയാണ്. പക്ഷെ ഇംഗ്ലീഷ് മീഡിയമാണ്. ചിലവരൊക്കെ കളിയാക്കി ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ. എന്നാലും ദൈവം താങ്ങി അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം എന്ത് തിരഞ്ഞെടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നുള്ളത്. പക്ഷെ എൻട്രൻസ് എഴുതി റാങ്ക് കുറവായത് കാരണം കിട്ടിയില്ല. അത് ഞാൻ പോളിടെക്നിക്കിൽ അപേക്ഷിച്ചു. അവർ ഫസ്റ്റ് റാങ്കിൽ തന്നെ അഡ്മിഷൻ കിട്ടുകയുണ്ടായി. അത് പഠിച്ചു കഴിഞ്ഞു. നല്ല മാർക്കോടെ 80% പഠിച്ച് ഡിസ്റ്റിങ്ഷനോട് പാസ്സായി. എന്നാലും ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബിടെക് പഠിക്കുന്ന ഒരു ആഗ്രഹം മനസ്സിലൂടെ നടന്നു. അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ശേഷം ഞാനും ട്വിൻസ് ആയിട്ടാണ് ഒരുമിച്ചാണ് പഠിച്ചത്. പക്ഷെ ഞാൻ പോലീസ് സെലക്ട് ചെയ്തെങ്കിൽ അവർ BSc ആണ് സെലക്ട് ചെയ്ത് അങ്ങോട്ട് മാറി ചിന്തിച്ചു. പക്ഷേ അടുത്ത് നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ തീരുമാനിച്ചു എഞ്ചിനീയറിംഗ്. ഇങ്ങനെ തമിഴ്നാട്ടിലുള്ള കേരളത്തിലിരിക്കുന്ന തമിഴ്നാട് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു കോളേജിൽ നിന്ന് അഡ്മിഷൻ പോയി. അപ്പൊ നമ്മൾ പോയി. അപ്പൊ ഇത്ര കാശ് കൊടുക്കണോന്ന് പറഞ്ഞാണ് പോയത്. അപ്പൊ പോയി സർട്ടിഫിക്കറ്റ് കൊടുത്തു വെരിഫിക്കേഷന് വേണ്ടി. അവരാദ്യം ചെയ്തത് കയ്യിൽ കാശ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. നമ്മൾ ഇത്രയാണ് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. പപ്പായി കൂടെ ഉണ്ടായിരുന്നു, കൊടുത്തു. കാശ് കുറഞ്ഞെന്ന് പറഞ്ഞ് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റിന് അയാൾ എടുത്തെറിഞ്ഞു. വളരെ വിഷമതയോടാണ് വന്നത്. അപ്പൊ വളരെയധികം കരഞ്ഞു. ആഗ്രഹിച്ചതാണ്. അപ്പൊ ഞങ്ങൾക്ക് കരയണമെന്ന് പ്രാർത്ഥിച്ചു. പപ്പയും പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. അവിടെ കേട്ടുകൊണ്ടിരുന്ന ഒരു അങ്കിൾ, നിങ്ങൾ എന്തിനു വിശ്വസിക്കുന്നു? നിങ്ങൾക്ക് വേണ്ടി തന്നെ CCയുടെ കീഴിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, നിങ്ങൾ വരാൻ വന്ന് പഠിക്കുക, അവിടെ കുഞ്ഞുങ്ങളെ കൊണ്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ കടന്നുപോയി. ഞങ്ങൾക്ക് നല്ല ഫീസ് അധികം ഡൊണേഷനോ ഒന്നുമില്ല. മറ്റു കുട്ടികൾ പഠിക്കുന്ന 1 വർഷം കൊടുക്കുന്ന ഫീസിന്റെ പകുതി പോലും ഒരുമിച്ച് കൊടുക്കേണ്ടി പോലും വന്നില്ല. അവിടെ ദൈവം അത് നടത്തി. ക്ലാസ്സിൽ തന്നെ ഫസ്റ്റ് റാങ്കോടെ പാസ്സാക്കുവാൻ ദൈവം കൃപ തന്നു. എത്ര ഇതൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ മനസ്സിലുള്ള ആഗ്രഹമുണ്ട്, ഇത്രയും നാളത്തെ ദൈവത്തിന് ഞാൻ എങ്ങനെ നന്ദി പറയാതിരിക്കും. അതുപോലെ തന്നെ 2021 ജനുവരി 18-നാണ് വിവാഹം നടക്കുന്നത്. വിവാഹത്തിന് തലേ ദിവസം ജനുവരി 17-ാം തീയതി മമ്മി അതിരാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ പോവുകയായിരുന്നു. അപ്പോഴാണ് ഫ്രിഡ്ജിന്റെ വെള്ളം പറയുന്നത്. അത് സ്ലിപ്പായി ചറുക്കി വീണ് കാലിൽ പൊട്ടലുണ്ടായി. എങ്ങനെയാ 2 ദിവസം നിന്നൊന്നും അറിയില്ല. ദൈവം തന്നെ പിടിച്ചു നിർത്തിയത്. ആ ഫോട്ടോയിൽ കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് വിഷമമുണ്ട്. ആ മുഖത്തിൽ അത്രയും ഒരു വിഷമം നിൽക്കാൻ പറ്റാത്ത പപ്പയും എല്ലാവരും പിടിച്ചു നിർത്തി. വിവാഹ സമയത്തായിരുന്നപ്പോൾ വളരെയധികം വിഷമത ഉണ്ടായി. അത് കഴിഞ്ഞ് കാലിൽ കമ്പിയേറ്റിട്ട് സർജറി ഒക്കെ കഴിഞ്ഞു. ഞാൻ മാർച്ചിലാണ് അടുത്ത് മോനെ പ്രഗ്നന്റ് ആവുന്നത്. ആ സമയത്ത് പ്രഗ്നന്റ് എന്ന് പറഞ്ഞപ്പോൾ മമ്മി അവിടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ
അല്ലെങ്കിൽ മമ്മിക്ക് നടക്കാനൊന്നും പറ്റില്ല, നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ അന്ന് മമ്മി മറന്നു വന്നു. ദൈവത്തിന് നന്ദി കരുതിയിരുന്നു. ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം തന്നെയായിരുന്നു. എന്റെ കുഞ്ഞിന്റെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ദൈവം എനിക്കത് കാണാനുള്ള ഭാഗ്യം കൂടി തന്നു. അതുപോലെ തന്നെ ഞാനൊരു 7.5 മാസം കഴിഞ്ഞപ്പോൾ ഒക്ടോബറിലായപ്പോൾ എനിക്ക് ജലദോഷവും ചുമയൊക്കെയായി. അതുപോലെ തന്നെ ഷുഗറിന്റെ ഒരു ഗ്ലൂക്കോസ് ടെസ്റ്റ് ഷുഗറിന്റെ ഇതൊക്കെ കാണിച്ച് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. അഡ്മിറ്റായി ഒരു ഒക്ടോബറിലാണ് അഡ്മിറ്റ്, ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് അഡ്മിറ്റ് ആവുന്നത്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും 1-2 ദിവസം കഴിഞ്ഞ് ഇൻസുലിൻ സ്റ്റാർട്ട് ആയി 1-2 ദിവസം കഴിഞ്ഞ് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ വെള്ളം പൊട്ടി വെച്ച് 8 മാസം പോലും ആവാത്തൊരവസ്ഥ. അവർ പെട്ടെന്ന് ക്യാഷ്വാലിറ്റിയിൽ കയറ്റി. 2 ദിവസം അവിടെ കിടന്നെന്ന് പറഞ്ഞാൽ ഒരു മെഷീനുണ്ട്, നമ്മുടെ കുഞ്ഞിന്റെ അനക്കമൊക്കെ അറിയാൻ ഒരു മെഷീൻ, ഹാർട്ട് ബീറ്റ് ഒക്കെ അറിയുന്ന മെഷീൻ. ആ 2 ദിവസം അവരത് വെച്ചിരുന്നു. പിന്നെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അറിയാം. എണീറ്റിരുന്ന് ഒന്നും കഴിക്കാൻ പറ്റില്ല, ഒരേ കിടപ്പ്, ഫുഡൊക്കെ ചേച്ചി. എന്റെ മമ്മിക്കൊന്നും വന്നിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ചെയ്താൽ ഞാൻ ഹോസ്പിറ്റലായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ, കാഷ്വാലിറ്റി ആയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മമ്മി വളരെ വിഷമിച്ചു. ഒന്നും കരുതിയിരുന്നില്ല. ഭയങ്കരമായ ഒരു വിഷമത്തിന്റെ അവസ്ഥ. ചേട്ടനല്ലെങ്കിൽ എന്റെ ചേച്ചി 2 ചേച്ചിമാരുണ്ട്. സ്വന്തം അനിയച്ചിന്റെ മോന്റെ ഭാര്യയാണ്. അപ്പൊ 2 പേരും മാറി എനിക്ക് ആഹാരം തരുന്നതിന്റെ കൂടെ ഇരുന്നതൊക്കെ. അവിടെയും ദൈവനെ വഴി നടത്തി. അടുത്ത നവംബർ 1 ആണ് അവനെ സിസേറിയൻ ചെയ്താണ് എടുക്കുന്നത്. അപ്പൊ ആദ്യം കുഞ്ഞിനെ നമുക്കറിയാം സിസേറിയൻ ചെയ്താണ് കടത്തിയിരിക്കുന്നത്. കുഞ്ഞിനെ ഇങ്ങനെ കാണിച്ചത് ഞാൻ വിളിച്ച ഡോക്ടർ വിൻസി കുഞ്ഞ് ഏത് നോക്കാൻ പറഞ്ഞു. ഒരു ചെറിയ ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ കണ്ടു മോനാണ്. നമ്മുടെ കുടുംബത്തിന് ആദ്യത്തെ ആൺകുഞ്ഞാണ്, മമ്മിയുടെയും കുടുംബത്തിന് പറയുമ്പോൾ ആദ്യത്തെ ആൺകുഞ്ഞാണ്. അപ്പൊ എനിക്ക് സന്തോഷം. അവർ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ട്. മമ്മിയുടെ ബൈബിളിൽ ഒരു വിഷയം, ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വിഷയങ്ങൾ, എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതിലൊന്നാണ് മക്കൾക്കുള്ള പുത്ര സമ്പത്ത്. വളരെ വേദനകൾ ആൺകുട്ടികളില്ലാതൊന്ന് അനുഭവിച്ചിട്ടുണ്ട് മമ്മി. അപ്പൊ ദൈവം ഞങ്ങളോട് അത് നൽകി. ആ സർവശരീരത്തിന് വീണ്ടും നന്ദി കരുതുന്നു. അവിടെ ആശുപത്രിയിലായിരുന്ന അവർക്ക് കുഞ്ഞിനെ ഞാൻ അടുത്ത 2 ദിവസം കഴിഞ്ഞ്, 1 ദിവസം കഴിഞ്ഞാണ് ഞാൻ വാർഡിലാവുന്നത്. വാർഡിലായപ്പം അവൻ NICയിലാണ്. കുഞ്ഞിന്റെ ഫോണിലൂടെ ചേട്ടൻ കാണിച്ചു, ഇങ്ങനെയാണ് അവൻ ഇരിക്കുന്നത്. ഡയറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ദിവസം പോയി കാണാം. ഡോക്ടർ പറഞ്ഞ് വൈകിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാണാൻ പോയി. അവരൊരു എന്തോ ഒരു പെട്ടിക്കകത്ത് പോലെ കിടത്തിയിരിക്കുകയാണ്. ഞാനിങ്ങനെ നോക്കിയപ്പം എവിടെയൊക്കെ എന്തൊക്കെ ട്യൂബ് എന്തൊക്കെ ഇട്ടിട്ടുണ്ട്, എന്തൊക്കെയോ വച്ചിട്ടുണ്ട്. എനിക്ക് അവരെ മോനെ വിളിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഞാൻ കരഞ്ഞുകൊണ്ട് വെളിയിറങ്ങി. അത്രയ്ക്ക് വിഷമി. ഞാൻ മനസ്സിൽ ഞാൻ എങ്ങനെ ഈ കുഞ്ഞിനെ വളർത്തും? അവൻ ഇത്രയും ഈ പണിയിൽ എത്ര എനിക്ക് ഞാൻ എങ്ങനെ വളർത്തും, എങ്ങനെ ഞാൻ അവനെ എടുക്കും? അങ്ങനെ ഒരു ചില മനസ്സിലുണ്ടായി. ദൈവം അതിനല്ല. ആ സമയത്ത് സാറൊക്കെ പ്രാർത്ഥിച്ചു. രണ്ടായിട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അടുത്ത ദിവസം പോയി. ഞങ്ങൾ എപ്പോൾ പോയാൽ അവ ഉറക്കത്തിലായിരിക്കും. കണ്ണു തുറക്കുന്ന കണ്ടിട്ടില്ല, എപ്പോഴും ഉറക്കത്തിലായിരിക്കും. പക്ഷെ നമ്മൾ വിളിക്കും, മക്കളെ മോനെന്ന് വിളിക്കും, അവൻ ചിരിക്കും. അത് ഒരു ദൈവത്തിന്റെ അത്ഭുതം തന്നെയാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ ആ ശബ്ദം അവൻ അറിയുന്നത് തന്നെ. ഉദരത്തിലായപ്പോൾ പറഞ്ഞു തിരിച്ച് കുഞ്ഞിലേക്ക് വന്നപ്പോഴും ആ ശബ്ദം അവൻ തിരിച്ചറിയുന്നു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് കുഞ്ഞിനെ കുറെ ദിവസം കഴിഞ്ഞാൽ എങ്ങനെ എടുക്കണം, എങ്ങനെ ഡയറക്റ്റ് ഫീഡിംഗ് ഒന്നും 1-2 മാസം ഡയറക്റ്റ് ഫീഡിംഗ് ഇല്ലായിരുന്നു. അത് വളരെ ഭാരമായിരുന്നു. അതെല്ലാം അതേ വഴിയെടുത്തി ഭവനത്തിൽ വന്നെങ്കിൽ വീണ്ടും ഒരു 20 ദിവസം കഴിഞ്ഞ് ഫീഡ് ഗോഹരണ വഴിയാണ് കൊടുക്കുന്നത്. ഫീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പം മുക്കിലൂടെയൊക്കെ ആ പാലിങ്ങനെ വന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി. അവർ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത്. എനിക്ക് അറിയില്ല, കുഞ്ഞല്ലേ, കുഞ്ഞിന്റെ അങ്ങോട്ട് ഒരു ക്ലീനസ് വേണം, ഒരു വൃത്തി വേണം, പൊടിയൊന്നും അടിക്കില്ല. കുഞ്ഞിങ്ങനെ കൃത്യമായതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം കുഞ്ഞിനെ നോക്കാൻ. വേറെ ആർക്കും കയറാൻ പാടില്ല. അമ്മയ്ക്കും കുഞ്ഞിനെ നോക്കുന്ന ആരെയും, അമ്മയെ നോക്കുന്ന ആരെയും ഒരാൾക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ. ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലായി. അവിടെ ദൈവം കൂടെ ഇരിക്കാൻ ആരുമില്ലെന്ന് കഴിയാൻ സമയത്ത് ദൈവം അനേകം മക്കളെ എനിക്ക് കൂട്ടിനായി അവിടെ നിർത്തി. ആ സമയത്താണ് അടുത്ത ദിവസം എനിക്ക് PSC എക്സാം. അവൻ അഡ്മിറ്റ് ചെയ്യാൻ അടുത്ത ദിവസം എനിക്ക് അടുത്ത ഡിസ്ചാർജ് ആയിട്ട് അടുത്ത ദിവസമാണ് PSC എക്സാം നടക്കുന്നത്. അത് മെയിൻ എക്സാമാണ്, പ്രിലിംസ് കിട്ടി മെയിൻ എക്സാം. അത് ആറ്റിങ്ങിലാണ്. അപ്പം ഡോക്ടറുടെ പെർമിഷൻ വെച്ച് ഡിസ്ചാർജ് ആയി പെട്ടെന്ന് നമ്മൾ പോവുകയാണ്. പോയപ്പോഴേക്കും 1:30 സമയം. 1:30 കഴിഞ്ഞു ക്ലാസ്സിൽ കയറിയപ്പോൾ ടീച്ചറാണെങ്കിൽ കയറ്റി. ഞാനിവിടെ ഡിസ്ചാർജ് ആയിട്ട് കൊണ്ടാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് ടീച്ചറെ കുട്ടിയോട് ചോദിച്ചു ഇവരെ കയറ്റണോ വേണ്ട. അപ്പോൾ ഒരു മനസ്സിലുള്ളവരായതുകൊണ്ട്, നല്ല കുട്ടികളായ
ദൈവം തന്നെ അവിടെ പ്രവർത്തിച്ചത്. അവരെന്നെ ക്ലാസ് കയറ്റി എക്സാം എഴുതാൻ അനുവദിച്ചു. അങ്ങനെ ഏകദേശം ദൈവം ഇതുപോലെ അത്ഭുതകരം വഴി നടത്തി. ഒരു 1.5 വയസ്സായപ്പോഴാണ് മുക്കടുപ്പിന്റെ പ്രയാസം ഉണ്ടായിരുന്നു. 2-3 കിലോ വേണം അവന് കിടന്ന് ഉറങ്ങാൻ. എന്തെന്നറിയില്ല, വായുതോറും ഉറങ്ങും, ആൾക്കാരുടെ തുപ്പലൊക്കെ വന്നിങ്ങനെ അങ്ങനെ ഒരു അവസ്ഥ. അങ്ങനെ കാണിച്ചപ്പോൾ ഒരിക്കൽ വീട്ടിൽ പോയപ്പോഴും പപ്പ പറഞ്ഞ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത്, എന്തെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ENT ഡോക്ടറെ കാണിച്ചപ്പോഴാണ് പറഞ്ഞത് അവിടെ അഡിനോയിഡിന്റെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അഡിനോയിഡിന്റെ പ്രയാസമുണ്ട്. അപ്പം ഓരോ വർഷമാകുമ്പം ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റൽ മാസമുണ്ട്. എന്നാലും ദൈവം കഴിഞ്ഞ വർഷം ദൈവം അതിശയിക്കുന്ന പ്രയാസം കൂടാതെ കാത്തുകൊണ്ടിരിക്കുന്നു. ഈ നാളുകളിൽ കഴിഞ്ഞ വർഷം ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു. ദൈവം അതിനൊക്കെ പൈതനെ വിചിത്രത്തോളം കാത്തു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ 2024 സെപ്റ്റംബർ 16 ഞങ്ങൾക്കൊരു ഭവനം ദൈവം തന്നു. ആ സുരക്ഷിത ദൈവം നന്ദി പറഞ്ഞു. ഭവനത്തിന്റെ പണിയെന്ന് പറയണമെങ്കിൽ അടിസ്ഥാനത്തിന് സാർക്ക് കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കിണറിന് കുറ്റി വെക്കാൻ സാറിനെ ക്ഷണിച്ചിരുന്നു അവിടത്തെ. അപ്പം സാറാണെങ്കിൽ ഇവിടെ കുറ്റി വെക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ആ കുറ്റി വെക്കാമെന്ന് ആള് പറഞ്ഞ് അത് അങ്ങോട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞ് അയാളുടെ നിർദ്ദേശിച്ചത് അവിടെ കുറ്റി വെച്ചു. പക്ഷെ പൊക്കമുള്ള സ്ഥലമായിട്ട് കുറ്റി കുറച്ചടിച്ച് കാട്ടിയിട്ടാണ് JCB വെച്ച് മണ്ണ് നിരവിയത്. പക്ഷെ കിണർ കുടിക്കാൻ ഞാൻ നോക്കിയപ്പോൾ കുറ്റി കാണാനില്ല. ചേട്ടന് വേറെ ആൾക്കാരുണ്ട്, എല്ലാവരും കൂടെ നോക്കി മണ്ണുട്ടി നോക്കിയിട്ടും കുറ്റി കാണാനായിട്ടായിരുന്നു. സാധനം കുഴിച്ച് കിണറൊക്കെ ആയി. പക്ഷെ കുറ്റി കുറച്ച് കഴിഞ്ഞിട്ടാണ് സാറ് പറഞ്ഞ സ്ഥലത്താണ് കിണർ വന്നത്. കുറ്റി കുറച്ച് അപ്പുറത്തായിരുന്നു. ആ കിണറ്റിലെ വെള്ളം ഇതുവരെയും കുറയാതെ ദൈവം ഞങ്ങളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദി കഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാറിന് നന്ദി പറയുന്നു. കഴിഞ്ഞ വർഷം 2024 ഡിസംബർ 31 വൈദ്യുതി ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു. 25 തീയതി വലിയ പ്രയാസത്തിലൂടെ കടന്നുപോയി. കുഞ്ഞിന് കഴിഞ്ഞിട്ട് അടുത്ത് ചേട്ടനും പനിയുടെ പ്രയാസം വന്നു. ഭയങ്കര ക്ഷീണം. ടെസ്റ്റ് ചെയ്ത് ലിവർ ഫങ്ഷൻ എന്തോ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ബ്ലഡ് ടെസ്റ്റ് എന്താണ് ഇൽപ്പനിയാണോ എന്ന് പറഞ്ഞ് കുറേ ടെസ്റ്റ് ഡോക്ടർ എഴുതി തന്നു. ഇവിടത്തെ സാറിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴും ഒരു ശബ്ദം എന്നോട് ഇങ്ങനെ പറയും, നീ പേടിക്കണം, അതൊന്നുമില്ല, ഒരു നിസ്സാരമായ കാര്യമാണ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ശബ്ദം എപ്പോഴും എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ ആ ഒരു ശബ്ദം നീ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പം ടെസ്റ്റ് ചെയ്ത് കിട്ടിയപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല. എല്ലാവരും പ്രാർത്ഥിച്ച് സാറും പ്രാർത്ഥിച്ച് ഞാനിവിടെ പ്രാർത്ഥന വിഷയമായിട്ട് അന്ന് പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് കുഞ്ഞിന് ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പം അതൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. സാറിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. അപ്പൊ അമ്മച്ചിയെ വിളിച്ച് പറഞ്ഞു. അപ്പൊ അമ്മച്ചി പറഞ്ഞു, ഇത് ഞാൻ നേരത്തെ എനിക്ക് അറിയാൻ പറ്റും. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ മാസവും സാറിന്റെ ആരാധനയും അമ്മച്ചിയുടെ വീട്ടിൽ ആരാധന ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പ്രഗ്നന്റാവും 1 മാസം മുമ്പുള്ള ആരാധനയ്ക്ക് അമ്മച്ചിക്ക് ഇത് തെളിഞ്ഞു വരികയും ചേച്ചി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു പ്രാർത്ഥനയോട് കിട്ടിയ കുഞ്ഞിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ കടന്നുപോയത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഒരു സൈഡ് പല്ലുവേദന വന്നു. മുഖത്തിന്റെ ഒരു ഷേപ്പ് അത്രയും മാറിപ്പോയി. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പോൾ ഇവനിങ്ങനെ നീരായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു പല്ലെടുക്കണമെന്ന് പറഞ്ഞ് ഇൻഫെക്ഷനായി അവർ അഡ്മിറ്റ് ചെയ്തു. കുറേ ദിവസം അപ്പം ഞാനും ഉണ്ടായിരുന്നവരോടെ അഡ്മിറ്റായി. അവിടെ നിന്ന് അവർ പല്ലെടുക്കാനൊന്നും അവന് പറ്റില്ല. അങ്ങനത്തെ ഒരു ടെക്നോളജി അവിടത്തെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കുട്ടികളുടെ ഒരു ക്ലിനിക് തൈക്കാടിലുണ്ട്, അവിടെ കൊണ്ടുപോയി. അവിടെ നിന്ന് അവർ എടുത്തൊന്ന് മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തിട്ട് അന്ന് ഒരു 11:30 ആയിക്കാണ് റെഫർ ചെയ്തിട്ടത്. അപ്പോൾ എൻ്റെ ഒരു റിലേറ്റ് അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്തെങ്കിലും അതിനൊരു ആശ്വാസം തന്നിരുന്നെങ്കിൽ അവന് സൗഖ്യം കിട്ടും. അത്രയ്ക്കും ഒരു പ്രയാസം ഉണ്ടായിരുന്നു. കഴിക്കാൻ പറ്റില്ല. എപ്പോഴും പല്ലിനകത്ത് നിന്ന് പഴുപ്പിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പം അവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയവരാണ് ദൈവം. അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരാളെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. അവന് അപ്പോൾ തന്നെ പല്ലെടുക്കാൻ വേറെ അവിടെ വന്ന എല്ലാവർക്കും എക്സ്റേ ചെയ്ത് കുറേ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പല്ലെടുത്ത് എന്തെങ്കിലും ചെയ്യുന്നത്. അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യും. അപ്പം തന്നെ പല്ലെടുക്കും. അദ്ദേഹം കൃപ തന്നു. ദൈവം അത്ഭുതവാനാണ്. ഇത്രത്തോളം ഞങ്ങളെ വഴിനടത്തിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് എനിക്ക് കുഞ്ഞിനെ ഹാർട്ട് ബീറ്റ് പറഞ്ഞു. അബോർഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോഴൊന്നും വലിയ പ്രയാസം തോന്നില്ല. എന്നുവെച്ചാൽ ഇനി ചിലപ്പം ഈ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യത്തോടെ ജനിച്ചാൽ അത് നമുക്കൊരു പ്രയാസം തണ്ണുനീരിൻ്റെ ഒരവസ്ഥയായിരിക്കും. അതിൽ നിന്ന് ദൈവം ഞങ്ങളെ വഴിനടത്തിയതായിരിക്കും. അതായിരിക്കും ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് ദൈവം കൊണ്ടുപോകുന്ന വെച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. അബോർഷൻ സമയത്തും പ്രയാസങ്ങൾ മരുന്ന് വെച്ചിട്ടൊന്നും അത് അബോർഷൻ പോയില്ല. അത് ഇതിന് ക്ലീൻ ചെയ്തു, അതും ഇല്ല. അവസാനം ഓപ്പറേഷൻ തിയേറ്ററിൽ കേട്ട് ഡിയാൻസ് വരെ എല്ലാം കൂടെ ആയപ്പോൾ എൻ്റെ ശരീരം വളരെയധികം ക്ഷീണിച്ചു. വളരെ സന്തോഷത്തോടെ വന്നെങ്കിലും ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ 5-6 ദിവസം കഴിഞ്ഞ ശേഷം ഉറങ്ങി എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന്
എന്തോ എനിക്ക് ചുറ്റും ഒരു ഇരുട്ട് പോലെ. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ വീട്ടിലായിരുന്നു, എൻ്റെ ഭവനത്തിൽ. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ പുറത്തെവിടെയെങ്കിലും പോകണം, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാം. അങ്ങനെ ഒരു ഇരുട്ടിൻ്റെ അവസ്ഥയായിരുന്നു. ഒരു നെഞ്ചിനൊരു ഭാരം, എനിക്ക് സാറിനെ കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനെ വിളിച്ചു. അടുത്ത ദിവസം രാവിലെ ഞാൻ ചേട്ടൻ്റെ കൂടെ തന്നെ ഇവിടെ നേരെ വന്നത് സാറെടുത്താണ്. സാറിനെ കൊണ്ടപ്പോഴേക്കും എനിക്ക് കരയണമോ എന്ത് ചെയ്യണമെന്നാണ് അങ്ങനെ ഒരു മാനസികാവസ്ഥ സാറ് ആശ്വസിപ്പിച്ചു. എപ്പോഴും സാറ് എൻ്റെ പപ്പ എന്നെ വിളിക്കും, എന്ത് മക്കളെ, അതേപോലെ എന്ത് മീൻസ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എല്ലാവരും അമ്മച്ചി ചേച്ചിയൊക്കെ എന്നെ കാണാൻ ആ സമയത്ത് ഒരു ആശ്വാസകരമായ ഒരു സന്ദർഭമായിരുന്നു. അന്ന് ശനിയാഴ്ച എന്നെ കിട്ടി വന്നു. അന്ന് എനിക്ക് ഉച്ചയ്ക്ക് എക്സാം ആയിരുന്നു. എക്സാം ചെയ്താൽ ഞാൻ സ്കൂളിൽ പോയി. ഞാൻ അതും മെയിൻ എക്സാം ആയിരുന്നു. മെയിൻ എക്സാം ആയിരുന്നു. ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചത് പ്രഗ്നൻസി എല്ലാം കൂടെ ആയി, ഹോസ്പിറ്റൽ എല്ലാം കൂടെ ആയപ്പോൾ പഠിക്കാനൊന്നും പറ്റില്ല. അവിടെ പോയപ്പോൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്കൊന്നും പറ്റിയില്ല. മാനസികമായിട്ട് തളർന്ന അവസ്ഥ. അപ്പോൾ എന്നാലും ഹാളിൽ കയറി അവിടെ എല്ലാം കൊണ്ടുവച്ചിട്ട് ഞാൻ തിരിച്ചറിയി എനിക്ക് പറ്റുന്നില്ല. ഒരു ഇരുണ്ട അവസ്ഥ. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് പറ്റില്ല, നമുക്ക് വീട്ടിൽ പോകാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ചേട്ടനാണെങ്കിൽ സാറിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നെ അങ്ങ് പറഞ്ഞു വിട്ടു. ആരോടത്തൊക്കെ പറഞ്ഞു, നോക്കിക്കൊള്ളണമേ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ യേശുവേ ഞാൻ എക്സാമിന്റെ അവസാനം വരെ ഇങ്ങനെ ഒരു വാക്ക്, യേശുപ്പ ഒരു കുഴപ്പം വരെ കാത്തോളൂ, യേശുപ്പ എന്നോട് കൂടെ ഉണ്ടാകണം, യേശു വിളിച്ചിരുന്നു. എക്സാം എഴുതുവാൻ ദൈവം കൃപ തന്നു. ഇത്രത്തോളം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയും. പിന്നെ സ്വർഗത്തോടെ ആരോഗ്യത്തിൽ കാത്തുപരിപാലിക്കുന്ന സാക്ഷികൾക്ക് വീണ്ടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ദിനത്തോളം പ്രാർത്ഥിക്കുന്ന സാറിനോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പിന്നെ ഈ വേദനയുള്ള സമയത്ത് എൻ്റെ പ്രയാസം കുഞ്ഞിനെ ഹാർട്ടിന് ഹോളുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ടെസ്റ്റ് ഇതൊക്കെ എടുത്തപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല. ആ ദൈവത്തിനും എത്ര നന്ദി പറഞ്ഞാലും അത് വരില്ല. എൻ്റെ പ്രയാസത്തിൽ ഇത്രത്തോളം ഞങ്ങൾ കുടുംബമായി കാത്തുപരിപാലിക്കുന്ന ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. എൻ്റെ പ്രയാസത്തിൽ എനിക്കൊരു പാട്ട് എൻ്റെ അനിയത്തി പറഞ്ഞു തന്നതാണ്. അവർക്കും ഡിപ്രഷൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അവളെനിക്ക് ഒരു പാട്ട് പറഞ്ഞു തന്നു. ഈ പാട്ട് പാടുമ്പോൾ ചില സമയത്ത് രാത്രി ഉറക്കം വരുമ്പോൾ ബൈബിളിനകത്ത് കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടാണ് കിടന്നുറങ്ങുന്നത്. ഉറങ്ങാൻ പറ്റാത്ത രാത്രികൾ ഏറെ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള വചനത്തിലൂടെ ദൈവം ആശ്വസിപ്പിച്ച സാറും എനിക്ക് ആശ്വാസകരമായ വാക്കുകൾ പറഞ്ഞു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള സ്വർഗസ്ഥ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ ഈ രാത്രിയാമത്തിനായി നന്ദി അറിയിക്കുന്നു. അടിയങ്ങൾക്കും കർത്താവെ ഈ ആരാധനയിൽ പങ്കാളികളാകുവാൻ ദൈവം നല്ല അവസരത്തിനായി സ്തോത്രം. കരുണയുടെ ദൈവമേ, ഇവിടെ ആയിരിക്കുന്ന സാറിനെയും കർത്താവെ മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും കുഞ്ഞുമക്കളെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കുക. കർത്താവ് അല്പസമയം നിങ്ങളുടെ വചനവുമായി വേണ്ടി നിൽക്കുമ്പോൾ ബലഹീനാണ് കർത്താവെ, കൃപകൾ നിർത്തിയിടമേ. നിങ്ങളുടെ കൃപ കൊണ്ട് അടിയനെയും ഇതായിരിക്കുന്ന നിങ്ങളുടെ മക്കളെയും ഒരേപോലെ അനുഗ്രഹിക്കണമെന്ന് നിങ്ങളുടെ വലിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നാം ഇവിടെ എൻ്റെ മക്കളുടെ സാക്ഷ്യങ്ങളും സന്ദേശവും കേൾക്കുകയുണ്ടായി.
അവർ ഏറെ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചവരാണ്. പഠിച്ചിട്ടും ഒരു ജോലി ഇല്ല എന്നുള്ള ഒരു വിഷമവും അവർക്കുണ്ട്. എല്ലാത്തിനും മതിയായവൻ ദൈവമാണ്. തക്ക സമയങ്ങളിൽ ദൈവം വഴിയും വാതിലും തുറക്കുമെന്നാണ് നാം പഠിക്കുന്നത്. അതിൽ വിധേയപ്പെടുവാൻ ഞാൻ പലപ്പോഴും അവരോട് പറയാറുമുണ്ട്. കാരണം നാം വിചാരിച്ചാൽ ഒരു മുഴം നീട്ടുവാനോ കുറയ്ക്കുവാനോ തലയിൽ ഒരു രോമം പോലും പൊഴിക്കുവാനോ കുളിപ്പിക്കുവാനോ കഴിയില്ല. ആയതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ ദൈവനാമത്തിൽ വിശ്വസ്തരായി ദൈവം നൽകുന്ന നന്മകൾ അനുഭവിച്ച് നാം ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്, അനിവാര്യവുമാണ്. നിങ്ങളുടെ പറഞ്ഞു കേട്ടതുപോലെ ആറയൂർ ഇടവകയിലെ സെക്രട്ടറിയായി തുടരെ ഏകദേശം 8 വർഷമായി ഞാൻ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നു. പ്രാർത്ഥിച്ചെനിക്ക് ശീലമില്ല, പ്രാർത്ഥിച്ചാണ് എനിക്ക് ശീലം, പ്രസംഗിച്ചെനിക്ക് പരിചയമില്ല. എൻ്റെ കുടുംബമായി ഇവിടെ ഒരു ശുശ്രൂഷ പങ്കാളി ആകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലും ഒരു സന്തോഷം തോന്നി. അതിനായി ഞാൻ തിരഞ്ഞെടുത്ത വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള തിരുവചനമാണ്. 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെ ഈ പ്രാർത്ഥനാ സെന്ററിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ സമാപന യോഗത്തിൽ തന്നെ ഞങ്ങൾക്കും പങ്കാളികളാകുവാൻ ദൈവം സഹായിച്ചു. ഇതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന സ്നേഹവും ബഹുമാനവുമുള്ള സാറ് വലിയ പ്രസംഗകന്മാർ വന്ന് പ്രസംഗിക്കേണ്ട ഒരു സ്ഥലത്ത് ഈ കൂട്ടായ്മയിലെ ഈ ആരാധനാലയത്തിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊച്ചു അവരുടെ അറിവുകളൊക്കെ പകരുവാൻ, ദൈവവചനത്തിൻ്റെ ആഴത്തിൽ നിന്ന് സംസാരിക്കുവാനുള്ള അവസരങ്ങൾ നൽകി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും വേണ്ടി എപ്പോഴും ശ്രദ്ധയോടുകൂടെ ഇരുന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിയിച്ചാൽ വളരെ ജാഗ്രതയോടുകൂടെ ഇടപെടുകയും ചെയ്യുന്ന ഒരു ദൈവഭക്തനാണ് സാർ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ അറിഞ്ഞത് യേശുവിനെ അങ്ങനെ തന്നെ അറിഞ്ഞുകൊണ്ട് ഇരുന്നാൽ മതിയായിരുന്നു, എന്നാലോ എനിക്കതിരിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞതുപോലെ സാർ കണ്ടെത്തിയ ദൈവത്തെ നമുക്ക് പകർന്നു തരികയാണ് ഈ നാളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 45 വർഷമായി ഈ ഗുഡ് ലൈഫ് പ്രാർത്ഥനാ സെന്റർ ഇവിടെ ശുശ്രൂഷകൾ നിറവേറ്റി വരുന്നു. ഇതിലൂടെ അനേകം പേരുടെ ജീവിതത്തിലും അവരുടെ ആവശ്യങ്ങളിലും അവരുടെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ഒക്കെ ദൈവം ആരാണെന്നറിയുവാൻ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ രുചിച്ചറിയുവാൻ സാറിലൂടെ ഈ ഇവിടെ ആയിരിക്കുന്ന ഇന്ന് വന്നവരും ഇന്നലെ വന്നവരും ഇതിനു മുമ്പ് വന്നവരും എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. ആ ദൈവത്തിൽ നിന്നുള്ളതായ ആ സന്ദേശങ്ങൾ സാർ നമുക്ക് പകർന്നു തരുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ചൈതന്യമുണ്ട്, ഒരു ചാരിതാർത്ഥ്യമുണ്ട്, ഒരു ദൈവഭയമുണ്ട്, ദൈവസന്നിധിയിൽ വരുവാനുള്ള വാഞ്ചയുണ്ട്. ഞാൻ സാധാരണ സഭ വിട്ടു പോകാറില്ല. ഏത് ആരാധനയുണ്ടെങ്കിലും കൂട്ടായ്മയുണ്ടെങ്കിലും ഞാൻ എൻ്റെ സഭയിൽ മാത്രമേ ഞാൻ താല്പര്യപ്പെടൂ. വളരെ റെയറാണ്, അല്ലാതെ മുമ്പേക്ക് പോകും. ഇപ്പോൾ ഞാൻ പലരോടും പറയും, എന്നോട് കൂടെയുള്ള കമ്മിറ്റിക്കാരോടും പറയും, നമുക്ക് ബൈബിൾ ദൈവം തന്നിട്ടുണ്ട്, അത് പഠിച്ചാൽ നമുക്ക് വിശ്വാസം ഉണ്ടാവില്ലേ? നാം രക്ഷ കണ്ടെത്തേണ്ടത് ഈ വേദപുസ്തകത്തിലൂടെയാണ്. അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ എവിടെ പോയാലും നമുക്കത് പ്രാപിക്കുവാനായി കഴിയില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ആഴമേറിയ ഈ വചനം വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ പല സത്യങ്ങളും വെളിച്ചമായി വരും. അത് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് നാം ഈ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വരുമ്പോൾ അറിയുവാനായിട്ട് കഴിയുന്നതും നമ്മുടെ ജീവിതത്തിൽ പല വ്യത്യാസങ്ങളും അനുഭവിക്കുവാനിടയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ ഈ സാറിൻ്റെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ വളരെ താല്പര്യം തോന്നി. അങ്ങനെ ഞങ്ങൾ കുടുംബമായി ഇടയ്ക്കൊക്കെ വരാറുണ്ട്. വരാൻ സാധിക്കാത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും മറ്റ് കമ്മിറ്റികളോ അല്ലെങ്കിൽ സഭയിലെ ആരാധനകളുണ്ട്. ഞായറാഴ്ച രാവിലെ രാത്രി, അത് കഴിഞ്ഞാൽ ബുധനാഴ്ച രാത്രി, പിന്നെ അത് പോയിട്ട് പിന്നെ സെക്കൻഡ് സാറ്റർഡേ ഈ
ഉപവാസ പ്രാർത്ഥന, ഇത് സഭയിൽ വിവിധങ്ങളായ ശുശ്രൂഷകളുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ വരാൻ കഴിയുകയില്ല. അപ്പോൾ അല്ലെങ്കിൽ എനിക്കിവിടെ വരാൻ വളരെയേറെ, കാരണം സാറിൻ്റെ ആ സന്ദേശം ജീവിതത്തിനെ മാറ്റിമറിക്കുന്നതാണ്, ഒരു സാക്ഷ്യമാണ്. അപ്പോൾ ആ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ ഒരു ധൈര്യം കിട്ടാറുണ്ട്. ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാനും. ശാരീരികമായി പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും എനിക്ക് ഒരുപാട് രൂപകൾ പാഴ്ചെലവുകൾ വരാവുന്ന പ്രശ്നങ്ങൾ വന്നപ്പോഴും അതൊന്നുമില്ലാതെ എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കി. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് പങ്കാളിയാകുവാൻ സാർ തന്ന ഈ നല്ല അവസരത്തിലോട്ട് സാറിന് നന്ദി പറയുകയും അതിനോടൊപ്പം ഇനിയും ഇത് ദീർഘകാലം വളരെയേറെ വിശ്വാസികൾ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാക്ഷികളാകുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വായിച്ച ഈ വചനത്തിൽ നിന്ന് ഒരു ചെറിയ ചിന്ത, കാരണം നേരത്തെ അച്ഛന് സാക്ഷ്യം പറയണം അവസരം ഒന്നുമില്ലായിരുന്നു. എനിക്കങ്ങനെ അധികം പ്രസംഗിച്ച് ശീലമില്ലാത്തത് കൊണ്ട് ചെറുതായിട്ട് ഒരു സന്ദേശം എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ഇതിനിടയിൽ ഈ പ്രാർത്ഥന വിഷയം കൂടെ നിങ്ങളോട് അറിയിക്കുകയാണ്. എൻ്റെ ഒരു സ്ഥിരീകരണം, വീട് പണിയുമായി ബന്ധപ്പെട്ട് വെള്ളം നനയ്ക്കുവാൻ കയറിയപ്പോൾ ഈ ഞായറിൻ്റെ മുമ്പിൽ തന്നെയാണ് ഏണിയിൽ നിന്ന് വീണ് ചെറുകുടൽ പൊട്ടി ഓപ്പറേഷനൊക്കെ വിധേയമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരിക്കുന്നു. അദ്ദേഹം ഇന്നലെ ഞാൻ പോയി കണ്ടു. വളരെ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞൊന്ന് കരുതിയതാണ്. പക്ഷേ വേറെ എന്തോ ചില തടസ്സങ്ങൾ, വീട്ടിൽ ഭാര്യയ്ക്കാണ് സുഖമില്ല, എനിക്ക് മറ്റെന്തോ വിഷയമുണ്ടായിരുന്നു, വരാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ മക്കളോട് പറഞ്ഞേക്കാമെന്ന് കരുതിയപ്പോൾ അവർക്കും ജലദോഷമൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വിഷയം വയ്ക്കുന്നു. ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ആ ചെറുകുടലിലെ ആ തുന്നലൊക്കെ മാറുവാനും അദ്ദേഹത്തിന് ആരോഗ്യം ലഭിക്കുവാനുമായി ഒരു പ്രാർത്ഥനാലയത്തിൽ പോലായിരിക്കുന്ന നിങ്ങളെല്ലാവരും ഏക മനസ്സോടുകൂടെ മനസ്സിലൊന്ന് ധ്യാനിക്കണം എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും വീടല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഒരു ക്രിസ്ത്യാനി എങ്ങനെ ആയിരിക്കണം എന്ന് ഈ വാക്യങ്ങളിലൂടെ വെളിപ്പെടുകയാണ്. നാം പലപ്പോഴും ക്രിസ്ത്യാനി എന്ന് പറയുകയും ക്രിസ്തുവിൻ്റെ ഒരു സ്വഭാവവും ഇല്ലാത്തവരായി ക്രിസ്തുവിനെ ഫലസിക്കുവാൻ കണ്ടെത്തി കൊടുക്കുന്നവരുമാണ്. അങ്ങനെ ജീവിക്കുന്ന നമുക്ക് ദൈവവചനത്തിലൂടെ ഇവിടെ നാം ശ്രദ്ധിച്ച ഈ വാക്യം എപ്രകാരമാണ് നാം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കേണ്ടത്, നമ്മുടെ പ്രവൃത്തികൾ എപ്രകാരം ആയിരിക്കണം. നമ്മളൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്നവരൊക്കെയാണ്, ക്ഷമയില്ലാത്തവരാണ്, ഏത് കാര്യങ്ങളും പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലുന്നവരുമാണ്. യഥാർത്ഥത്തിൽ ദൈവവചനം പഠിക്കുന്ന ആർക്കും അതിന് അങ്ങനെ കഴിയുകയില്ല. എൻ്റെ സഭയിലിടയ്ക്ക് ഒരു കൊച്ചു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഇറങ്ങി വന്നു. അപ്പോൾ എന്നോട് ഒരു സീനിയർ ഒരു ടീച്ചറായിരുന്ന ഒരാൾ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, പടി ഇറങ്ങിയാണ് ഞാൻ, നിങ്ങൾ പോയാൽ ആ പ്രശ്നം തീരില്ല, നിങ്ങൾ സെക്രട്ടറിയാണ്, നിങ്ങൾ അകത്ത് വേണം ഇരിക്കാൻ. ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ മാനിച്ചു. അത് ശരിയായിരുന്നു. ഞാൻ അവിടെ കൂടെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ വേറെ വഴക്കും പിന്നെ പ്രശ്നങ്ങളും രൂക്ഷമാകുമായിരുന്നു. അപ്പോൾ അവർ തന്നെ അത് പറഞ്ഞു തീർക്കട്ടെ എന്ന് ഞാൻ കരുതി. അപ്പോൾ ദൈവവചനം എന്താണോ നമ്മെ പഠിപ്പിക്കുന്നത്, നാം എന്താണോ മനസ്സിലാക്കുന്നത്, അത് തന്നെ നാം പ്രവർത്തിയിൽ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് വിടുതലുണ്ടാകും, മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് തലയുയർത്തി നിൽക്കുവാനും കഴിയും. അതുപോലെ തന്നെയാണ്
ഈ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തിയിലേക്ക് കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മോശപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം നാം ക്രിസ്തുവിൽ നിന്ന് എന്താണോ സ്വീകരിക്കുന്നത് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ വെളിച്ചം മറ്റുള്ളവരിൽ പ്രകാശിക്കുകയുള്ളൂ. നാം പ്രകാശിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ ക്രിസ്തുവിനെ അറിയുകയില്ല. നമ്മുടെ സ്വഭാവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ അത് അവർക്ക് ഇവനൊരു ക്രിസ്ത്യാനിയാണോ, ഇവൻ ഇങ്ങനെയാണോ പെരുമാറുന്നത്, ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്, അങ്ങനെയുള്ള തുച്ഛമായ സംസാരങ്ങൾ നാം കേൾക്കേണ്ടി വരും. അങ്ങനെ കേൾക്കാതിരിക്കണമെങ്കിൽ നാം മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരാകണം, ക്ഷമയുള്ളവരാകണം, നന്മ ചെയ്യുന്നവരാകണം, കൈത്താങ്ങ് നൽകുന്നവരാകണം. അങ്ങനെ ദൈവത്തിന്റെ നല്ല പ്രവൃത്തികളെ വിശ്വാസം കൊണ്ട് നാം അത് പ്രാപിച്ചെടുക്കണം. അങ്ങനെ നമുക്ക് കൂടുതൽ ആളുകളെ ഈ ദൈവസന്നിധിയിലേക്ക് ആനയിക്കുവാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിൽ നാം ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു, നമുക്ക് അനേകം നന്മകൾ ലഭിക്കുന്നു. ഇത് നാം മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ അവർക്കും ആ ദൈവത്തെ ഒന്ന് കാണണം, അറിയണം എന്നുള്ള ഒരു താല്പര്യമുണ്ടാകും. ഞങ്ങളുടെ സഭയിൽ ഒരു മെൻസ് ഫെലോഷിപ്പ് 5-6 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ യേശു 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 എന്ന് പറഞ്ഞിട്ട് അതിനെ തന്നെ ആവാഹിച്ച് ഞാൻ വളരെ താല്പര്യത്തോടെ അതിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. 4 മണിക്കാണ് ഇത് കൂടുന്നത്. സീനിയർ ആയിട്ടുള്ള കുറച്ച് പുരുഷന്മാർ. ഒരു ദിവസം ഒരു സുവിശേഷനായിട്ടുള്ള കാത്തക്കിസ്റ്റാണ്, ഉപദേശി, ഞങ്ങളുടെ സഭയിലെ അസിസ്റ്റന്റ്. അദ്ദേഹം ദൈവവചനം എടുത്തിട്ട് തിയോളജി പറഞ്ഞു. എനിക്കത് മനസ്സിലായില്ല. തിയോളജി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ എന്നിലൊരു ഇളക്കം, ഒരു പൈശാചിക ശക്തി. കാരണം ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ദൈവത്തെ അല്ല അദ്ദേഹം പ്രസംഗിക്കുന്നത്, അദ്ദേഹം ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ അത് വല്ലാതെ അവിടെ ഇരുന്നതിന് ശേഷം ഞാൻ പുറത്തിറങ്ങി. ഇത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, സുവിശേഷകരെ, നിങ്ങൾ എന്താണ് പ്രസംഗിച്ചത്? മേലിൽ ഇത് ആവർത്തിക്കരുത്, അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കണം. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, നീക്കർക്ക് എന്തെങ്കിലും പറ്റിയോ? അപ്പോൾ അയാൾക്ക് തന്നെ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇങ്ങനെ ദൈവവചനം കൊണ്ട് നമ്മെ വഴിതെറ്റിക്കുന്നവരും ഉണ്ടെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. കാരണം നാം വിശ്വസിക്കുന്ന ദൈവം സർവശക്തനാണ്, മഹാകരുണയുള്ളവനാണ്, നമ്മെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരാണ്, നമ്മളിലുള്ള അനേക സ്വഭാവങ്ങളെ മാറ്റിമറിക്കുന്നവനാണ്. അങ്ങനെ നാം രൂപാന്തരപ്പെടുമ്പോൾ നമ്മെ വീണ്ടും അന്ധകാരത്തിലേക്ക് നടത്തുവാൻ തക്കവിധത്തിൽ പ്രവർത്തിക്കുന്ന പൈശാചികന്മാരുണ്ടെന്നും അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള സമൂഹ മധ്യേ ജീവിക്കുമ്പോൾ വളരെ കരുതലോടുകൂടെ ദൈവത്തിന് ആഴത്തിൽ നാം പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ ദൈവം നമ്മെ വെളിച്ചത്തിലേക്ക് നടത്തുന്നുവെങ്കിൽ മറ്റുള്ളവരെ നടത്തുവാൻ ശക്തനാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഞാൻ പെട്ടെന്ന് ആശുപത്രി ഇടക്കാലത്തൊന്നും പോകാറില്ല. എൻ്റെ ഈ കൈവിരൽ എങ്ങനെയെന്നറിയില്ല, ഒരു വേദന കുറച്ച് ദിവസം കൊണ്ടേ വന്നു. ഞാൻ കുറച്ച് സാമ്പത്തികമൊക്കെ ഉള്ളവരാണെങ്കിൽ അന്ന് തന്നെ ഇത് പോവുമായിരുന്നു. ചിലപ്പോൾ വിരലല്ലേ ഏത് ഭാഗമായാലും. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ആശുപത്രിയിലൊന്നും പോകുന്നില്ല, എനിക്ക് ഈ വിരല് സുഖമാക്കി തരണം. എന്തെന്നറിയില്ല, വേദന, ഭയങ്കര വേദന. ഞാൻ തുടക്കം ഇങ്ങനെ വിളിച്ചുണ്ട് അത്ര. പക്ഷെ ഞാൻ അറിയാതെ ഇപ്പോൾ അത് മാറി. ഇതുപോലെ ഒരു കാര്യമല്ല, ജീവിതത്തിൽ ഒട്ടനവധി തവണകളിൽ ഞാൻ എൻ്റെ ദൈവമായിട്ടുള്ള നിരന്തര പ്രാർത്ഥനയിലും ബന്ധത്തിലും ഞാൻ വലിയ വിശ്വാസം എന്ന് പറയുവാനായിട്ടല്ല. കാരണം മനുഷ്യൻ ബലഹീനനാണ്, ദൗർബല്യമുള്ളവനാണ്, കുറവുള്ളവനാണ്. ദൈവത്തിനറിയാം. മനുഷ്യരാജ് നീതിമാരാകെ ഇല്ലല്ലോ എന്ന് ദൈവജനവും പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അത് ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ, ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം ഇടപെട്ടു എന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ദൈവത്തെ നാം സാക്ഷിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും മറ്റുള്ളവരോട് ഇടപെടുമ്പോഴും ആ വിധത്തിൽ തന്നെ നാം അവരുടെ മുന്നിൽ ആയിരിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ആ വെളിച്ചം മറ്റുള്ള മുമ്പിൽ പ്രകാശിക്കുകയുള്ളൂ. ആ പ്രകാശം നമ്മൾ ഉളവാക്കുമ്പോൾ മറ്റുള്ളവരും പ്രകാശിക്കും. ഞാൻ അതാണ് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വചനത്തിൽ തന്നെ പറയുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല, വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു.
നമുക്കറിയാം, നാം ഒരു വിളക്ക് കത്തിച്ച് നിലത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് ആ സ്ഥലത്ത് മാത്രമേ കാണൂ. അതേസമയം നമ്മൾ ഉയരത്തിൽ വെച്ചാൽ അത് എല്ലാവർക്കും പ്രകാശമായി തീരും. അപ്പോൾ മലമേൽ ഇരിക്കുന്ന പട്ടണം പ്രകാശിക്കണമെങ്കിൽ വിളക്ക് തണ്ടിന്മേൽ ഉയരത്തിൽ തന്നെ വയ്ക്കണം. നാം ദൈവവചനത്തിലൂടെ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ സ്വഭാവങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായി തീരണമെങ്കിൽ നമ്മളുടെ ഭാഗ്യമായ എല്ലാ തെറ്റായ ചിന്തകളെയും പ്രവൃത്തികളെയും മാറ്റിവെച്ചേ പറ്റും. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ നാം ആരാണ്, എന്താണ് എന്ന് കണ്ടെത്തുവാനായി ശ്രമിക്കും. നമുക്കറിയാം, യേശുക്രിസ്തു ലോകത്തായിരുന്നപ്പോൾ ധനവാന്മാരെ ഒന്നുമല്ലല്ലോ യേശു സൗഖ്യമാക്കിയതും രക്ഷിച്ചതും ഒന്നും. വളരെ ആവശ്യത്തിലിരുന്ന കുറെ ആൾക്കാർ, ഇവിടെ നാം ആയിരിക്കുന്നത് പോലെ ഈ ആവശ്യത്തിലിരിക്കുന്ന ആൾക്കാർ, ദൈവത്തെ അറിയുവാൻ വാഞ്ചയുള്ളവർ, ആഗ്രഹമുള്ളവർ, താല്പര്യമുള്ളവർ, പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവർ. ദൈവം വിളിച്ചിട്ടല്ലാതെ ആർക്കും ഇവിടെ കടന്നു വരുവാൻ കഴിയില്ല. കാരണം ഇതൊരു വിശുദ്ധ സ്ഥലമാണ്. രാവും പകലുമില്ലാതെ ഒരു കുടുംബം, ഒരു വളരെ പ്രാർത്ഥനയോടെ മുട്ടന്മേൽ നിന്ന് ജനത്തിന് വേണ്ടി ഇടവ് നിൽക്കുമ്പോൾ ആ സ്ഥലം വിശുദ്ധമാണ്. ഇവിടെ വന്നവരാരും നശിച്ചു പോയവരല്ല. ഇവിടെ വന്ന് നമുക്കറിയാം, ഇവിടെ ഒരുപാട് സാക്ഷ്യങ്ങളൊക്കെ ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, നാം കേൾക്കുന്നതാണ്. അപ്പൊ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും സാറിന്റെ പ്രാർത്ഥന അത് ദൈവമായിട്ടുള്ള നിരന്തര ബന്ധത്തിലൂടെ ശ്രദ്ധിച്ചെടുത്തതാണ്. അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് സാറ്. അതാണ് നമ്മുടെ കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ കാണുമ്പോൾ സാർ നമ്മെ ചിലപ്പോൾ ശാസിച്ചെന്നിരിക്കും, വഴക്ക് പറഞ്ഞെന്നിരിക്കും. അതെന്തിനാണ്? നമ്മളിലൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് നാം ഉൾക്കൊള്ളുമ്പോഴാണ് ദൈവസ്നേഹം സാറിലൂടെ നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ സ്നേഹമാണ് നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. അങ്ങനെ ദൈവവചനം അത്രമേൽ ശക്തിയുള്ളതാണ്. അത് ലോകത്തിൽ നിന്ന് മറ്റാർക്കും നമുക്ക് തരുവാനായി കഴിയില്ല. നമ്മുടെ കൂട്ടുകാർക്കോ മറ്റുള്ളവർക്കോ ബന്ധുക്കൾക്കോ ഒന്നും തരുവാൻ കഴിയില്ല. അവരുടെ ഭാവങ്ങൾ മറ്റ് പല തരത്തിലുള്ളതാകും. ദൈവത്തിന്റെ അനുഭവങ്ങൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെയല്ല. അതെല്ലാം തേജസ്സുള്ളതും ചൈതന്യമുള്ളതും രൂപാന്തരപ്പെടുത്തുന്നതുമാകുന്നു. അതിന് ഉപമയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാലമില്ലാതെ പോയാൽ അത് എന്തോന്ന് കൊണ്ട് രസം വരുത്താം. നമുക്കറിയാം, ഉപ്പ് എല്ലാത്തിനും രുചി വരുത്തുന്ന ഒന്നാണ്. എന്ത് ചെയ്താലും ഉപ്പില്ലെങ്കിൽ അത് നമുക്ക് കഴിക്കുവാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ അത്രമാത്രം രുചി ആ ഒരു വസ്തുവാണ് ഈ ഉപ്പ്. ആ ഉപ്പിന് കാരമില്ലാതെ പോയാൽ, ആ രുചി കൊടുക്കുന്ന അവസ്ഥ ഇല്ലാതെ പോയാൽ അത് എന്തോന്നിന് കൊള്ളാം. നാം ഈ വചനം കേട്ട് നാം വേദപുസ്തകം പഠിച്ച് ഇതൊക്കെ ആയിട്ട് നമ്മളൊരു ഗുണമില്ല എങ്കിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ ഈ ആരാധനയും എപ്രകാരമായിരിക്കും എന്നതിന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ അതുകൊണ്ട് പുറത്ത് കളഞ്ഞിട്ട് ചവിട്ടുവാൻ അല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല ഈ കാലം ഇല്ലാത്ത ഉപ്പ്. അതുകൊണ്ട് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നാം മറ്റുള്ളവരുടെ മുന്നിൽ പ്രകാശിക്കേണ്ടവരാണ്. നാം ജീവിക്കുന്ന യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടവരാണ്. അങ്ങനെയുള്ള ഒരു ജീവിത ക്രമവും ജീവിതവുമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഇയ്യോബിനെ കുറിച്ച് കേൾക്കാത്ത ആരുമില്ല. ഈ ദേശം ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷൻ നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ടകന്നവനാണ്. അവിടെ ദൈവത്തിന്റെ സംരക്ഷണം എപ്രകാരമായിരുന്നു? ഇയ്യോബ് ഈ കഷ്ടതയെല്ലാം അനുഭവിച്ചപ്പോഴും ദൈവത്തെ തള്ളി പറഞ്ഞില്ല. ഒരു ദിവസം ഇങ്ങനെ എല്ലാ സ്ഥലത്തും കൂടാടി നടന്നിട്ട് ഈ സാത്താൻ ദൈവത്തിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, പറയുകയാണ്, യഹോവ സാത്താനോട് ചോദിച്ചു, എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്?
നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. അപ്പോ സാത്താൻ ഊടാടി നടന്ന് ഇയ്യോബിനെ തകർക്കുവാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോഴാണ് ഈ വാക്കുകൾ അവിടെ പറയുന്നത്. അപ്പോ ദൈവം എന്ത് ചെയ്തു? അവനെ തൊട്ടു നോക്കുവാനുള്ള അവസരം കൊടുത്തു. അനേക പീഡനം നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാം സഹിച്ചു ദൈവത്തിനായി. ആ വിശ്വാസം, ഇതുപോലൊരു ദൈവഭക്തൻ വേറെ നമുക്ക് വായിക്കുവാനായി അറിയുവാനായിട്ടില്ല. അത്രമാത്രം കഷ്ടതകൾ അനുഭവിച്ചിട്ടും ദൈവത്തെ തള്ളിപ്പറയാത്ത ഇയ്യോബിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം ആകുമെങ്കിൽ അതുപോലെ ആകുവാൻ നമുക്ക് കഴിയില്ല. നാം അതിനുവേണ്ടി പരിശ്രമിക്കണം. ആ ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരും. എന്തുകൊണ്ട്? നാം അനുസരണയില്ലാത്തവരാണ്. പലപ്പോഴും ദൈവസന്നിധിയെ വിട്ട് അകന്നു പോകുന്നവരാണ്. കേൾക്കുന്നതൊന്ന്, പ്രവർത്തിക്കുന്ന മറ്റൊന്ന്. അങ്ങനെയുള്ള വാക്ക് പാലിക്കാത്തവരാണ്, അവിശ്വസ്തരാണ്. ഒരു ചെറിയൊരു സംഭവം ഞാൻ പറയാം. പോലീസിൽ നിന്ന് റിട്ടയറായി ഉന്നത ഒരു ഉദ്യോഗസ്ഥൻ റിട്ടയർമെന്റ് കാലത്ത് ഒരു 50 ആട് വാങ്ങി വളർത്തി. കാണാൻ പോയപ്പോ 49 ആടുകൾ പല സ്ഥലത്തും മേഞ്ഞു നടക്കുന്നു. ഒരാട് ഈ സാറിനോടൊപ്പം കൂടെ നടക്കുന്നു. അപ്പൊ അതെന്തുകൊണ്ടെന്ന് തിരക്കിയപ്പോഴാണ് അറിഞ്ഞത്, ഈ കൂടെ നടക്കുന്ന ആട് നേരത്തെ മറ്റ് ആടുകളെ എല്ലാം കൊമ്പിട്ട് കുത്തി ഭയങ്കര ഉപദ്രവമായിരുന്നു. സാർ എന്ത് ചെയ്തെന്നറിയാമോ? ഇതിന്റെ 2 മുട്ടുകാലത്തെ തല്ലി പൊട്ടിച്ചിട്ട് അതിന് ആഹാരവും മരുന്നും ഒക്കെ വെച്ച് കെട്ടി അതിനെ ശുശ്രൂഷിച്ച് സുഖമാക്കി. അതിനുശേഷം ഈ ആട് ഈ സാറിനോടൊപ്പം സഞ്ചരിക്കും, കൂടെ നടക്കും. മറ്റ് 49 അതിന്റെ മേച്ചിൽ സ്ഥലങ്ങളിലോട്ട് അത് പോകും. ഇതുപോലെ തന്നെയാണ് നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്കവണ്ണം ചിലപ്പോൾ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽപ്പാനായി ചില ശോധനകൾ ലഭിക്കാറുണ്ട്. അത് തിരിച്ചറിയുമ്പോഴാണ് ദൈവം നമ്മളുണ്ടെന്നും നാം ചെയ്ത തെറ്റിനെ കുറിച്ച് നാം ഉണർവുള്ളവരാകുന്നത്. അതുകൊണ്ട് ദൈവം നന്മയ്ക്കല്ലാതെ ഒരു കാര്യവും നമ്മളിവിടെ ചെയ്യുന്നില്ല. നിരന്തരമായി രാത്രി ഞാൻ നിങ്ങളുടെ 91 സങ്കീർത്തനം ആണ് വായിച്ചു കേട്ടത്. എന്നെ ബലപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണത്. ഞാൻ രാത്രിയും രാവിലെയും ഞാൻ ഇതാണ് വായിക്കാറുള്ളത്. അത് മാത്രമല്ല, എന്തെങ്കിലും പ്രതികൂലമോ പ്രതിസന്ധിയോ വന്നാലും ഇതിൽ തന്നെ കുറച്ച് നിൽക്കും. രാത്രി എന്തെങ്കിലും വിഷമം വന്നാലും കാണാതെ ഞാൻ ഇതിങ്ങനെ കുറച്ച് 2-3 ആവർത്തി പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അങ്ങ് ഉറങ്ങുകയോ ആ വിഷയം അങ്ങ് മറക്കുകയോ ചെയ്യാറുണ്ട്. അത്രമാത്രം ശക്തിയുള്ളതാണ് ഈ തിരുവചനം. ഈ തിരുവചനത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഭയങ്കരമായ ഒരു സന്തോഷമുണ്ട്, ഒരു ധൈര്യമുണ്ട്, മുന്നോട്ട് സഞ്ചരിക്കുവാനുള്ള ഒരു താല്പര്യമുണ്ട്. മാത്രമല്ല, തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനായിട്ടുള്ള ഒരു ശക്തി ലഭിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്, അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഈ കൂട്ടായ്മകളിലൂടെ, ഈ ദൈവവചനം പഠിക്കുന്നതിലൂടെ, ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിനെ ഉയർത്തി കാണിക്കുന്നതിന് സഹായകരമായി തീരുന്നു. ഈ ജീവിതം നമ്മുടെ ഏത് കഷ്ടപ്പാടിനെയും ഏത് പ്രയാസത്തെയും അതിജീവിക്കുവാൻ, തരണം ചെയ്യുവാൻ ശക്തി നൽകുന്നതാണ്. അങ്ങനെ നാം ജീവിക്കുമ്പോൾ മറ്റുള്ളവരും ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ കണ്ടെത്തുകയും നമുക്കൊരു സമാധാന ജീവിതം അനുഭവിക്കുവാൻ, പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ, ധൈര്യപ്പെടുവാൻ, തളർന്നു പോകാതെ മുന്നേറുവാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകും. പലരും നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് നാം ഇത്രയും പേർ ഇവിടെ ആയിരിക്കുന്നു. നമ്മൾക്കാൾ ശ്രേഷ്ഠന്മാരായ ആളുകൾ ഈ സമയം എവിടെയായിരിക്കുന്നു, എങ്ങനെയായിരിക്കുന്നു, അവരെന്താണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാം. ഈ ദുഷ്കരമായ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുകയാണ്. നമുക്ക് ചുറ്റും അസാധാരണമായ ചരിക്കുടികൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളെ, നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിയുടെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റ് പലതിൻ്റെയും
ഒരു ഭയങ്കരമായ വലയത്തിൽ അകപ്പെട്ടിരുന്ന ഈ കാലഘട്ടത്തിൽ ഈ തിരുവചനം നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ഈ സമൂഹത്തെ തന്നെ മാറ്റിമറിക്കുവാൻ പര്യാപ്തമാണ്. ഇവിടെ കേൾക്കുന്ന ഈ മൈക്കിലൂടെ കേൾക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുന്ന, ശ്രദ്ധിക്കുന്ന അനേകം പേർ പുറത്തുണ്ട്. ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഇത് വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നു. ഞാനൊരു പ്രസംഗ വീരനോ ഒന്നുമല്ല. എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ മാത്രമാണ്, എൻ്റെ ഹൃദയത്തിലുള്ള ചിന്തകൾ മാത്രമാണ് കൊച്ചായിട്ട് ഈ കിട്ടിയ അവസരത്തിൽ നിങ്ങളോട് പറയുന്നത്. ഒരിക്കലും നമ്മൾ തളർത്തുന്നതല്ല ദൈവവചനം. ദൈവവചനം എപ്പോഴും നമ്മളെ വളർത്തുന്നതാണ്. നമ്മളെ വളർത്തുമാറാക്കുന്നവരാണ് ദൈവവും. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വസ്തയുള്ള ഒരു പുസ്തകമാണ് ഈ വേദപുസ്തകം. ഇതുപോലൊരു പുസ്തകം ലോകത്ത് ഒരിടവുമില്ല. നാം ഇവിടെ ക്രിസ്മസും മറ്റെല്ലാം ആഘോഷിച്ച സമയത്ത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടു കാണും. ദൃശ്യ മാധ്യമങ്ങളിലും പത്ര മാധ്യമങ്ങളിലും ഒക്കെ അനുഭവിച്ച യേശുവിനായി അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, പീഡനങ്ങൾ അവർ ഒരുക്കി വെച്ചതൊക്കെ നശിപ്പിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാം എത്ര സന്തോഷമായി കൂട്ടായ്മയോടുകൂടെ ഇതൊക്കെ അനുഭവിച്ചപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരെ മർദ്ദിക്കുന്നത്, അവരെ പീഡിപ്പിക്കുന്നത്, സ്ത്രീകളെ വേട്ടയാടുന്നത്, പള്ളികളിൽ ചുട്ടരിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇത്രയും സന്തോഷത്തോടുകൂടെ ഈ ആലയത്തിനുള്ളിൽ അമർന്നിരുന്ന് ദൈവവചനം കേൾക്കുവാനും ദൈവത്തെ സാക്ഷിക്കുവാനും ദൈവത്തിനായി നിൽക്കുവാനും നമുക്ക് കഴിയുന്നുവെങ്കിൽ നാം എത്ര ഭാഗ്യമുള്ളവരാണ്. പറയുവാൻ അനേകമുണ്ട്, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഇനിയും സാക്ഷി പ്രസംഗിക്കുവാൻ അച്ഛനൊക്കെ ഉള്ളത് കൊണ്ടും ഞാൻ കടന്നു പോകുന്നില്ല. ഈ കേട്ട കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ക്രമപ്പെടുത്താമോ? അത് തന്നെയായിരിക്കും നാം ദൈവത്തോട് ചെയ്യുന്ന നീതി. ദൈവം നമുക്ക് നൽകുന്ന നന്മയിൽ നിന്ന് നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ഒരു കാര്യം, നാം അറിഞ്ഞും അറിയാതെയും പലപ്പോഴും പല തെറ്റുകളും ചെയ്യുന്നവരാണ്. ഏറ്റവും ഒരു പാപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരു യോസേഫുണ്ട്. അതൊന്നും ഇവിടെ പറഞ്ഞ് ഞാൻ പോകുന്നില്ല. ഇനി ഒരു അവസരം കിട്ടിയാൽ ആ കാര്യത്തെ പറ്റി പ്രതിപാദിക്കാം. ഇത്രയും സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലെ ഈ കൊച്ചു കൊച്ചു സത്യങ്ങളെ പറയുവാനും കേൾക്കുവാനും ദൈവം നൽകിയ ഈ നല്ല അവസരത്തെ നന്ദി പറയുന്നു. ഈ സമാപന ദിവസം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സാറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എനിക്കായി നിരന്തരം പ്രാർത്ഥിക്കുന്ന സാറാണ്. എന്നെ പറ്റി അല്പസ്വല്പമൊക്കെ കേട്ട് സാറിന് കാര്യങ്ങളൊക്കെ അറിയാം. ഒരുപാട് അറിയാതെ പെട്ടുപോയ ഞാനൊരു ബോർഡ് മെമ്പറായിരുന്നു. എനിക്കറിയില്ല, ഞാൻ അന്ന് പറയുമായിരുന്നു സർചാർജൊക്കെ വരും, ബുദ്ധിമുട്ടാകും. അപ്പോൾ എൻ്റെ കൂടെയുള്ള പ്രസിഡന്റ് പറഞ്ഞു, പാൽരാജിന് 2 ബിസ്ക്കറ്റ് കൂടെ കൊടുക്കുക. പിന്നത്തേതിൽ അത് അനർത്ഥമായി തീർന്നു. രൂപയുടെ സർചാർജ് സുപ്രീം കോടതി വരെ പോയി, ഇപ്പോൾ സർക്കാരിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നേറുന്ന പ്രശ്നങ്ങൾ, ഉറക്കം നിർത്തുന്ന ഇതൊക്കെ ഉണ്ട്. ഇതിനിടയിൽ ദൈവത്തിൻ്റെ ഈ സത്യവേദ പുസ്തകത്തിലുള്ള വചനങ്ങളാണ് എന്നെ ധൈര്യപ്പെടുത്തുന്നത്. ഉറങ്ങാനാവാത്ത രാത്രികളിൽ ഇതാ 15-ാം തീയതി ഒരു ഹിയറിംഗ് ഉണ്ട്. ആരോ ചെയ്ത് അറിയില്ല, ഒപ്പിട്ടു. കാരണം ഒരാൾ ചെയ്താൽ മതിയില്ല, ഒരേ പാർട്ടിയാകുമ്പോൾ ഒപ്പിട്ട് കൊടുക്കും. സംഭവം അങ്ങനെയൊക്കെ ജീവിതത്തിൽ ഈ കർഷകരുടെ നടുവിലും ഇതിനെ ഇത്ര ധൈര്യപ്പെടുത്തി വിലപ്പെടുത്തുന്ന ഈ ദൈവത്തെ ഒന്നുകൂടി സ്തുതിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ ഈ പ്രസംഗത്തിന് നന്ദി. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തോട് കിട്ടിയ ദൈവജനത്തിനായി ദൈവത്തിന് സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു. വിശേഷിച്ച് ഈ സഭയുടെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അനേകം പുരോഹിതന്മാരുടെ പ്രവൃത്തികളെ കണ്ടു കേട്ട ദേവദാസനാണ്. അദ്ദേഹത്തെയും കുടുംബത്തിൻ്റെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പ്രശ്നങ്ങളിൽ നിന്ന് വലിയ ദൈവിക പരിഹാരം ലഭിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കും. 16-ാം സങ്കീർത്തനത്തെ ചിലവാക്കുന്നു. യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവി എന്നിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കുന്നു. അതിന്റെ 7-ാം വാക്യം, എന്മന്മേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. എന്റെ പ്രാണന് മരണത്തിൽ നിന്നും എന്റെ കണ്ണിന് കണ്ണുനീരിൽ നിന്നും എന്റെ
കാലിൽ വെച്ചിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും ഭാഗ്യയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും ഭാഗ്യയായവൻ. നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര നല്ലവൻ, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര നല്ലവൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്കും ഈ 2026 ഈ ഭാഗത്ത് കടന്നു വന്നൊരു സാക്ഷ്യം നിൽക്കുവാൻ ദൈവം സഹായിച്ച അനുഭവയ്ക്കായി അതിന് അവസരം ഒരുക്കി തന്ന പ്രിയ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. എനിക്കിന്ന് പകൽക്കാലം കടന്നു വരാൻ കഴിഞ്ഞില്ല, ജോലി സ്ഥലത്ത് ലീവ് ലഭ്യമായില്ല. അതിന് പ്രകാരം ഈ രാത്രികാലം കഴിഞ്ഞ ദിവസം ഞാൻ പ്രിയ സാറിനോട് ചോദിച്ചു എനിക്കൊരു സാക്ഷ്യം പറയാൻ അവസരം തരുന്നതെന്ന്. അപ്രകാരം എനിക്ക് നിങ്ങളുടെ മധ്യ സാക്ഷി ഇരുപ്പാൻ ദൈവം സഹായിച്ച അനുഭവയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2025 ഞങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധിയായ നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു. ദൈവം വഴി നടത്തി. ആ ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. വളരെയധികം നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി. പലതുമായ ആപത്തുകൾ, അനർത്ഥങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. പ്രേമൻ ഒരുപാട് ദിവസം ഒരാഴ്ചയോളം ഭയങ്കരമായ ഛർദ്ദിയിലേക്ക് പ്രയാസത്തിലായിരുന്നു. അവിടെ നിന്നെല്ലാം ദൈവം വെടിവെച്ചു. ആശുപത്രിയിലൊന്നും അഭയം പ്രാപിക്കാതെ ദൈവം തമ്പുരാൻ വഴി നടത്തി. ആ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ 2 പൈതങ്ങളും ബൈക്കിൽ പോയ സമയത്തുണ്ടായ ആക്സിഡന്റിൽ ദൈവം അത്ഭുതകരമായ അതിശയമായി വെടിവെച്ചു. ഇത്രത്തോളം വഴി നടത്തി പൈതങ്ങളെ ഭയങ്കരമായ ആപത്തിൽ നിന്ന് ദൈവം വെടിവെച്ചു വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എനിക്കും 2025 അവസാന നാളുകളിൽ ഞാൻ ജോലി സ്ഥലത്തായിരുന്ന സമയത്ത്, ക്രിസ്മസിന്റെ ഒരു മുന്നേയുള്ള വെള്ളിയാഴ്ച ജോലി സ്ഥലത്തായിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ എന്തോ ഒരു ഇടജന്ത് കടിക്കുകയുണ്ടായി. ഞാൻ അറിഞ്ഞില്ല. എന്നാൽ പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോയി കുറച്ച് ജോലി ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ തലപ്പെരിപ്പിൻ്റെയും തലകറക്കത്തിൻ്റെയും ഒക്കെ അവസ്ഥ ഉണ്ടായി. ഞാൻ ആ ഭാഗത്ത് കിടന്നുപോയി. പിന്നെ ഭവനത്തിൽ അറിയിച്ച് കടന്നു വന്ന് ആശുപത്രിയിൽ ചികിത്സ ചെയ്യുവാൻ സഹായിച്ചു. അതിൻ്റെ ക്ഷീണാവസ്ഥയൊക്കെ 2-3 ദിവസം ഉണ്ടായിരുന്നെങ്കിലും ദൈവം എത്രത്തോളം എന്നെ വെടിവെച്ച് വഴി നടത്തി. അത്രമാത്രം ദൈവം കരുതി ഞങ്ങളെ വഴി നടത്തുന്നു. ആപത്തിൽ നിന്ന് നടത്തുന്നൊക്കെയും ദൈവം ഞങ്ങളെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നു. അത് പ്രിയ സാറിൻ്റെ പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ വരുവാനുണ്ടായ സാഹചര്യം ഞാൻ ഈ ദിവസങ്ങളിൽ ഓർക്കുകയായിരുന്നു. ഏകദേശം 10 വർഷത്തോളമായി ഞങ്ങൾക്ക് ഈ ഭാഗത്ത് കടന്നു വന്ന ശുശ്രൂഷയുമായുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം സഹായിച്ചു. ഒരു പ്രതികൂല ഞങ്ങളുടെ ശുശ്രൂഷ വേളയിൽ ഉണ്ടായ പ്രതികൂലത്തിൻ്റെ അവസ്ഥയിൽ പ്രിയ അനില സിസ്റ്ററിലൂടെ ഞങ്ങൾക്ക് പ്രിയ സാറിനെ പരിചയപ്പെടുവാൻ ദൈവം സഹായിച്ചു. ഒരുപക്ഷെ സാറിനെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളിന്ന് ഈ ശുശ്രൂഷയിൽ തന്നെ നിലനിൽക്കുമോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഒരുപക്ഷെ ഞങ്ങളുടെ ജീവൻ തന്നെ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നും ഒക്കെയും ഞങ്ങൾ സംശയിച്ച ഒരു വേള ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പൈതങ്ങളൊക്കെ ആ നാളുകളിൽ അവർക്ക് ആഹാരം വാങ്ങിക്കൊടുക്കുവാനൊന്നും നിവൃത്തിയില്ലാത്ത ഒരു സന്ദർഭം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രിയ സാറിനെ പരിചയപ്പെട്ടതും കാന്തരം സാർ പറഞ്ഞതായ വഴികളിലൂടെ കടന്നുപോയി. ഞങ്ങൾക്ക് ആ പ്രതിസന്ധിയിൽ നിന്ന് ദൈവം ഞങ്ങളെ വെടിവെച്ചു. ഇന്നും ശുശ്രൂഷ നിലനിൽക്കുവാൻ പ്രേമകന് ഓർഡിനേഷനൊക്കെ നടക്കുവാൻ ദൈവം സഹായിച്ചു. ആ സെമിനാരി പഠനം വളരെയധികം വിജയകരമായി പൂർത്തീകരിച്ച് ഓർഡിനേഷൻ കഴിയുവാനൊക്കെ ദൈവം സഹായിച്ചു. അത് നിങ്ങളുടെ എവിടെയും പ്രാർത്ഥനയാണ്. ഇവിടെ കടന്നു വന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേർ പ്രാർത്ഥിച്ചു. പ്രിയ സാർ നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സാറിന് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ 2023 എനിക്കുണ്ടായ സർജറിയിൽ വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞാൻ നേരിട്ടു. സാർ ഏകദേശം 22-24 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. ആ സമയത്തൊക്കെ സാർ എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിളിക്കുന്ന ഏത് സന്ദർഭങ്ങളിലും സാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സന്ദർഭങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചു, എനിക്കിനി പൂർണ്ണാരോഗ്യത്തോടുകൂടെ നടക്കുവാൻ കഴിയുമോ? എൻ്റെ വലത്ത് കാലിൻ്റെ ഭാവമൊക്കെ ഭയങ്കരമായ വേദനയുടെ അവസ്ഥയിലായിരുന്നു. എനിക്ക് റെഡി പോലും നടക്കുവാൻ കഴിയാത്ത അനുഭവത്തിലൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ ചർച്ച് ഹൗസിലൊക്കെ കടന്നു വന്ന സാറ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ജോലിക്ക് പോകാനോ കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും കഴിയില്ലെന്ന്. എന്നാൽ വലിയവനായ എൻ്റെ ദൈവം എൻ്റെ പ്രവാഹന മരണത്തിൽ നിന്ന് എൻ്റെ
കാലിന് വീഴ്ചയിൽ നോക്കി വിടുവിച്ച് എത്രത്തോളം ആരോഗ്യത്തോടെ എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. എത്രത്തോളം ആരോഗ്യത്തോടുകൂടെ എനിക്ക് തുടർന്ന് ജോലിയിൽ പ്രവേശിപ്പാനും ഈ നാളുകളിൽ എനിക്ക് അനുഗ്രഹപ്പെട്ട ഒരു ജോലി ലഭ്യമായിരിക്കുന്നു. സാറ് എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു. എനിക്ക് ഒരു ഉപജീവന മാർഗം ലഭ്യമായി. ആ ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ മേഖലയിൽ ഒരുപാട് നന്മ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തിയിരിക്കുന്നു. ഏകദേശം 30 വർഷമായി ഞങ്ങളുടെ ശുശ്രൂഷയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. പലതമായ പ്രതിസന്ധികൾ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആഞ്ഞടിച്ചപ്പോഴൊക്കെ കൈവിടാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ആ ദൈവത്തിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിവരില്ല. നന്ദി വരെ ആ കർത്താവിന്റെ സന്നിധിയിൽ നന്ദിയുള്ള മക്കളായി ജീവിക്കുവാൻ നിങ്ങൾ എവിടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. അതുപോലെ 2026 പൈതലിന് അവന്റെ പഠനം പൂർത്തീകരിക്കാൻ ഉന്നതമായ വിജയം ആ കോളേജിൽ ഏറ്റവും ടോപ്പ് മാർക്കിൽ എത്തിച്ചേരുവാനൊക്കെ ദൈവം സഹായിച്ചു. അവന്റെ മിടുക്കോ കഴിവൊന്നുമല്ല. സാർ അവന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വളരെയധികം ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന വലിയൊരു കോളേജാണ്. അവിടെയൊക്കെ ഇവിടെ പൈതൽ വഴിതെറ്റി പോകാതെ ദൈവം തമ്പുരാൻ കാത്തു പരിപാലിച്ചു അവരുടെ പഠനം പൂർത്തീകരിക്കാൻ ദൈവം സഹായിച്ചു. ഈ നാളുകളിൽ അവനൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്സിഡന്റ് ഉണ്ടായത്. തുടർന്നും അനുഗ്രഹപ്പെട്ട ജോലി ചെയ്യുവാൻ നിങ്ങളുടെ എവിടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ഇളയ മകന്റെയും 1 വർഷത്തെ പഠനം പൂർത്തീകരിക്കാൻ ദൈവം സഹായിച്ചു. അനുഗ്രഹപ്പെട്ട മാർക്ക് നേടിയവനെ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ ദൈവം സഹായിച്ചു. കൂടാതെ 2 മക്കളും ദൈവമക്കളായി മനുഷ്യർക്ക് പ്രയോജനമുള്ളവരും ദൈവത്തിന് പ്രസാദമുള്ള യാഗം അർപ്പിക്കുന്ന മക്കളായി തീരുന്നതിന് വേണ്ടി നിങ്ങൾ ഏവരും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ശുശ്രൂഷയുടെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ ഏവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച സാറിന് ഒരിക്കൽ കൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഇതുവരെ നടത്തിയ ദൈവത്തിന് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് തുടർന്നും 2026 അനേക നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നേടുവാനുണ്ട്. ഒത്തിരി കടഭാരം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. മക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാറിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ സാക്ഷി നിർമ്മിക്കുന്നു. ദൈവം നമ്മേവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽക്കാൻ ദൈവം സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു. എൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ പറയാൻ തീരുമാനിച്ചിരുന്ന പല കാര്യങ്ങളുമാണ് കൊച്ചുമ്മ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സാക്ഷ്യത്തിൻ്റെ ദൈർഘ്യം കൂടാതെ ഞാൻ ശ്രദ്ധിക്കാം. 1996 ഞാനൊരു ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയാൽ ഒരു HMS സഭയുടെ ശുശ്രൂഷ ആരംഭിച്ചത്. 5 വർഷം HMS സഭയുടെ ശുശ്രൂഷകനായി, തുടർന്ന് 1 വർഷം ഡിപ്ലോമ കഴിഞ്ഞ് വെള്ളച്ചരടായി കാറ്റലിസ്റ്റായി, അത് കഴിഞ്ഞ് 5 വർഷം ഇവാഞ്ചലിസ്റ്റായി, 5ാമത്തെ വർഷം സ്പെഷ്യൽ ഗ്രേഡ് ഇവാഞ്ചലിസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് സെമിനാരി പഠനത്തിനുള്ള അവസരം ലഭിച്ചത്. തുടർന്ന് 5 വർഷം സെമിനാരിയിൽ പഠിക്കുന്നതിനും 4 വർഷം കഴിഞ്ഞ് ഓർഡിനേഷൻ ലഭിച്ചിട്ട് ഇത് 5ാമത്തെ വർഷവുമാണ്. ഇങ്ങനെ 30 വർഷക്കാലം കർത്താവിൻ്റെ വയൽപ്രദേശത്ത് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അവസരം നൽകി. ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. ശുശ്രൂഷയിൽ നിലനിൽക്കാൻ കഴിയുമോ എന്നും ശത്രുവായവൻ ജീവനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം പലവിധമായ ആക്സിഡന്റുകളിലായപ്പോഴും ദൈവം എന്നെ അതിശയകരമായി കാത്തു പരിപാലിച്ചു. കൊച്ചമ്മ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു. 2015 ഡിസംബർ മാസത്തിലാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത്. അനില സിസ്റ്റർ ഞങ്ങളെ കുടുംബമായി വിളിച്ച് സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 2016 ജനുവരി മാസം ആദ്യത്തെ ആരാധനയ്ക്കാണ് ഞാൻ ഈ ആലയത്തിൽ കടന്നു വന്നത്. ഈ 10 വർഷക്കാലവും ചില ദിവസങ്ങളിൽ മാത്രം അപൂർവം വരാൻ കഴിയാതിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് എല്ലാ മാസത്തിൻ്റെ ആദ്യത്തെ ചൊവ്വാഴ്ച അക്കൗണ്ടിടെയാണ്.
എങ്കിലും ഞാനത് കഴിഞ്ഞിട്ടെങ്കിലും ഇവിടെ ഓടിയെത്താറുണ്ട്. കാരണം രാവിലെ പ്രതാപൻ പറഞ്ഞതുപോലെ സാറിൻ്റെ നന്മ എന്ന് പറയുന്നത്, സാറിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അത് പ്രാപിക്കുന്നതിന് വേണ്ടി ഇവിടെ കടന്നു വരുമ്പോൾ ആ ഒരു മാസക്കാലവും ദൈവം ഞങ്ങളെ അതിശയമായിട്ട് വേണ്ടി എൻ്റെ മക്കൾ ഏത് ഭക്ഷണം അവരാഗ്രഹിച്ചാലും എന്ന് പറയും, പപ്പ ഇന്നത് കിട്ടിയെങ്കിൽ അന്ന് വൈകുന്നേരത്തിനകത്ത് അല്ലെങ്കിൽ പിറ്റേന്ന് അവരെ ദൈവം ആഹാരം ഭക്ഷിക്കുവാനിടയാക്കും. അതുകൊണ്ട് ഞാൻ പറയും, നമുക്ക് ഒത്തിരി കടമുണ്ടെങ്കിലും ഓരോ ദിവസവും രാജകുമാരന്മാരെ പോലെയാണ് ദൈവം ഞങ്ങളെ നടത്തുന്നത് എന്ന് നിങ്ങളും ആലോചിച്ച് നോക്കിയാൽ പ്രതിസന്ധികളില്ലാത്ത ജീവിതമില്ല. ആ പ്രതിസന്ധികളെ ഒന്ന് മാറ്റിവെച്ചാൽ 2025 ഞാൻ അനുഭവിച്ച പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ 2 ദിവസം രാവിലെ പ്രതാപന്റെ മോൻ പറഞ്ഞതുപോലെ എത്ര പ്രാവശ്യം ഛർദിച്ചു എന്നറിയില്ല. 2 ദിവസം ഒരു തുള്ളി വെള്ളം കുടിക്കാനോ ആഹാരം കഴിക്കാനോ കഴിയാതെ ഛർദിച്ചുകൊണ്ടേയിരുന്നു. തുടർന്ന് ഹോസ്പിറ്റലിൽ പോയി 2 ദിവസം ഛർദിൽ നിന്നതിൻ്റെ അന്നും മുതൽ 2 ദിവസം ഒരു വാക്ക് സംസാരിക്കാൻ കഴിയാത്ത ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചാൽ ദൈവം എന്നെ ജയോത്സവമായി നടത്തി, അനുഗ്രഹമായിട്ട് നടത്തി. ഈ ശുശ്രൂഷയുടെ 30-ാം വർഷത്തിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൃപ ഈ പ്രാർത്ഥനാലയത്തിലൂടെ അനുഭവിക്കുവാൻ എന്നെ സഹായിച്ചു. ഈ കൺവെൻഷൻ യോഗത്തിന്റെ ആദ്യത്തെ ദിവസം പ്രിയ സാർ പറഞ്ഞൊരു കാര്യം എന്നെ ഭയങ്കരമായി സ്വാധീനിച്ചു. അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, ഈ കൺവെൻഷന്റെ എല്ലാ ദിവസവും എല്ലാ ആരാധനയിലും കടന്നു വരണമെന്ന് ദൈവം എന്നെ കുടുംബമായി കൊണ്ടുവരുത്തിയത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ 6 ദിവസങ്ങളായി 7 ആരാധനയിൽ പങ്കെടുക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അന്ന് സാറ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ 6 ദിവസമാണ് കൺവെൻഷൻ നടത്തുന്നത്. അടുത്ത വർഷം നമുക്ക് കൺവെൻഷന്റെ ദിവസം കൂട്ടാം. ആരെങ്കിലും പറയണം, കുടുംബമായിട്ട് ഞങ്ങൾ ആ ശുശ്രൂഷ ചെയ്യാമെന്ന്. ഈ ആരാധനാലയത്തിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയുകയാണ്, ദൈവം അനുവദിച്ചാൽ 2027 വാർഷിക കൺവെൻഷനിൽ, അതായത് 46ാമത് വാർഷിക കൺവെൻഷനിൽ ഒരു ദിവസത്തെ ആരാധന ഞങ്ങൾ കുടുംബമായി നടത്താൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള അവസരം എനിക്കും കുടുംബത്തിനും ഈ ആലയത്തിനും നൽകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഞാനുറങ്ങാൻ പോകും മുൻപാ നിനക്കേകും നിതാ നന്ദി നന്നാ, ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയുമായി ഞാനുറങ്ങാൻ പോകും മുൻപാ നിനക്കേകും നിതാ നന്ദി നന്നാ, ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയുമായി നിന്നാഗ്രഹത്തിനെതിരാ ചെയ്തോരെൻ കൊച്ചു പാപങ്ങൾ പോലും നിന്നാഗ്രഹത്തിനെതിരാ ചെയ്തോരെൻ കൊച്ചു പാപങ്ങൾ പോലും എൻ കണ്ണുനീരിൽ കഴുകി മേലിൽ ധന്യപ്രവർത്തികൾ ചെയ്യാം. ഞാനുറങ്ങാൻ പോകും മുൻപാ നിനക്കേകും നീ നന്ദി നന്നാ,
ഇന്നു നീ കാരുണ്യപൂർവം ചെയ്ത നന്മകൾ ഒക്കെയുമായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുകയും തൻ്റെ പുത്രനെ നൽകി ഞങ്ങളോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ, പിതാവേ, ഉപ്പ് കാരമുള്ളതെങ്കിൽ അത് ഉപയോഗയോഗ്യവും ഉപ്പിന് കാരമില്ലാതാകുമ്പോൾ അത് വഴിയിൽ ചവിട്ടിക്കളയുന്നതിനുള്ള വേസ്റ്റും എന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഞങ്ങളെ ഈ ഭൂമിയിൽ ഉപ്പായി അവിടെ നിന്ന് നിലനിർത്തിയിരിക്കുമ്പോൾ ഞങ്ങൾ കാരമുള്ള ഉപ്പായി തീരുവാൻ, അനേകർക്ക് പ്രയോജനമുള്ളതായി തീരുവാൻ സ്വർഗസ്ഥനെ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞ 6 ദിവസങ്ങളിൽ നടത്തപ്പെട്ട 7 ശുശ്രൂഷകൾക്കായും ഈ പ്രാർത്ഥനാലയത്തിന്റെ സ്ഥാപകനും ഈ പ്രാർത്ഥനാലയത്തിലെ ശുശ്രൂഷകളുടെ അധ്യക്ഷനുമായിരിക്കുന്ന പ്രിയ ലോറൻസ് സാറിനായും കുടുംബത്തിനായും കുഞ്ഞുങ്ങൾക്കായും തലമുറകൾക്കായും സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ 6 ദിവസത്തെ കൺവെൻഷൻ യോഗങ്ങളിൽ ഇന്ന് പൽക്കാലം ഉണ്ടായിരുന്ന പകലാരാധനയിൽ കടന്നു വന്ന വചനം ശുശ്രൂഷിച്ച, പാടിയ, പ്രാർത്ഥിച്ച, സാക്ഷ്യം പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഈ പ്രാർത്ഥനാലയത്തിന്റെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ബെഥസ്ദ പ്രാർത്ഥനാലയത്തിനുള്ളിൽ കടന്നു വന്ന ഒരു മനുഷ്യൻ പോലും കർത്താവെ നശിച്ചു പോകുവാനിടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവായവൻ പലപ്പോഴും ഞങ്ങളെ ജീവനെ നശിപ്പിക്കുവാൻ, കർത്താവെ ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ ജീവനെ മാറ്റിക്കളയുവാൻ ശ്രമിച്ചപ്പോഴൊക്കെ ദൈവം തന്റെ ദൂതന്മാരെ കൊണ്ട് ഞങ്ങളെ കാവൽ ചെയ്തത് കൊണ്ട് സ്തോത്രം. കർത്താവെ, അവിടുത്തെ ശുശ്രൂഷയ്ക്കായി ദൈവം ഞങ്ങളെ ബലപ്പെടുത്തുന്നത് കൊണ്ട് സ്തോത്രം. പാട്ടുകാരൻ പാടുന്നത് പോലെ നിന്നതല്ല ഞങ്ങൾ, കർത്താവ് ഞങ്ങളെ നിർത്തിയതാണ്. കർത്താവ് അവിടെ നിന്ന് ഞങ്ങളെ നിർത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് ഞങ്ങളോട് ദയ തോന്നിയത് കൊണ്ട് സ്തോത്രം. കർത്താവ് എല്ലാ രണ്ടാമത്തെ ശനിയാഴ്ച, ഞായറാഴ്ചകളിൽ, കർത്താവ് ഒന്നാമത്തെ ചൊവ്വാഴ്ചകളിൽ നടക്കുന്ന ആരാധനകൾ ഓർക്കുന്നു. ഈ പ്രാർത്ഥനാലയത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രാർത്ഥനകളും ആരാധനകളും ഞങ്ങൾ ഓർക്കുന്നു. പരിശുദ്ധ പിതാവ് അവിടുത്തെ കൃപയാലും നന്മയാലും ഞങ്ങളെ വഴി നടത്തുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾ ഈ രാത്രിയിൽ കർത്താവെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് യാത്രയാകും. കർത്താവിന്റെ പിരിയാത്ത സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നു. ഞങ്ങളുടെ വാഹനങ്ങളെ, ഞങ്ങളുടെ യാത്രകളെ, ഈ രാത്രിയിലെ നിദ്ര, നാളത്തെ നല്ല പ്രഭാതം, നാളത്തെ ഞങ്ങളുടെ ശുശ്രൂഷകൾ എല്ലാം അങ്ങേക്ക് ഹിതകരമായിരിക്കുവാൻ, അങ്ങയുടെ നാമം മാത്രം ഉയർത്തപ്പെടുവാൻ, അങ്ങയുടെ കാര്യം ഞങ്ങളിലുള്ളതായി കാണുന്നവർ മനസ്സിലാക്കുവാൻ, കർത്താവെ ഞങ്ങളിലൂടെ മറ്റുള്ളവർ വെളിച്ചം കണ്ടെത്തുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ പിരിയുന്ന കർത്താവെ, വലിയ ബന്ധുവായി കൂടെ ഇരുന്ന് ഞങ്ങൾ ഇനി ഒരുമിച്ച് ഈ ഭാഗത്ത് ദൈവത്തെ ആരാധിക്കുവാൻ കൂടി വരുമ്പോഴേ, നിർവചനം പഠിക്കുവാൻ കൂടി വരുമ്പോഴേ, അവിടെ നിന്ന് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങൾ അതിശ്വരമായി കാത്ത് പരിപാലിച്ച് ബലപ്പെടുത്തണമെന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം പിതാവേ. സകല ബുദ്ധി കവിയുന്ന ദൈവ സമാധാനം നമ്മയും നമ്മുടെ ഹൃദയങ്ങളെയും ക്രിസ്തേശുക്കൾ കാക്കുമാറാകട്ടെ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ നാം മേലുള്ള അതിന് സംസാരിച്ച കുടുംബത്തോടും വിശേഷിച്ച് തുടർന്ന് കൺവെൻഷനുകൾക്കായി എഗ്രിമെന്റ് പറഞ്ഞിട്ട് അച്ഛനോടും കുടുംബത്തോടും കാലാവസ്ഥ നമ്മൾ ധരിക്കുമാറാകട്ടെ. കർത്താവേ